ബുക്ക് ഓഫ് ഹബക്കൂക്ക് അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയില്ല. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഈ വചനം എന്ത് വചനം പറയണമെന്നുള്ളത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു തിരുവചനത്തിൽ സംസാരിക്കുവാനാണ് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ വന്നത്. എല്ലാ പ്രേരണകളും ദൈവികമായിരിക്കണമെന്നില്ല എങ്കിലും അതിനുശേഷം ഈ ദർശനം എന്താണെന്നുള്ളതിനെ പറ്റി നമ്മുടെ മധ്യയായിരിക്കുന്ന പ്രിയ ലിസി സിസ്റ്റർ ഇന്ന് ഒരു മെസ്സേജ് അയച്ചിട്ട് ചോദിപ്പാനിടയായി. അപ്പോൾ ഞാനിത് ഒരുപക്ഷെ കർത്താവ് ഇത് തന്നെയായിരിക്കാം പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് ചില ചോദ്യങ്ങൾക്ക് ഉത്തരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് നമുക്ക് പ്രാപിക്കാം. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കർത്താവിൽ നിന്ന് പ്രാപിച്ചത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. നമുക്ക് കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതലായിത്തീരുന്നത്. ഇൻ്റർനെറ്റിൽ നിന്ന് പ്രാപിച്ചതല്ല, അല്ലെങ്കിൽ AI മുഖാന്തരം ഉണ്ടാക്കുന്ന ഒന്നുമല്ല. ഒരു വിടുതലിൻ്റെ മുഖാന്തരം കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാ മുഖാന്തരം എന്ത് വചനം പറഞ്ഞാൽ അത് അല്പസമയമായിരിക്കാം, ചെറുതായിരിക്കാം, വലുതായിരിക്കാം, നീണ്ടതായിരിക്കാം, പക്ഷേ അതിനകത്തൊരു ശക്തിയുണ്ട്, അതിനകത്ത് സൗഖ്യമുണ്ട്, അതിനകത്ത് ദൈവമക്കളുടെ അനുഗ്രഹം മറിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം പലർക്കും അപരിചിതമായ ഒരു പുസ്തകമാണ്. എന്നാൽ ചിലർക്കെങ്കിലും അത് സുപരിചിതമാണ്. അങ്ങനെ സുപരിചിതമായവർ ഉണ്ടെങ്കിൽ അവർ ബൈബിൾ നന്നായിട്ട് വായിക്കുന്നവരാണ് എന്ന് വേണം ചിന്തിക്കാൻ ഞാൻ കരുതുന്നു. അല്പം 3 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണ് ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം. അതിനകത്ത് ഹബക്കൂക്ക് പ്രവാചകൻ്റെ അല്ലെങ്കിൽ ഹബക്കൂക്ക് എന്നത് എംബ്രേസ് അല്ലെങ്കിൽ പുണരുക അല്ലെങ്കിൽ സ്ട്രൈവ് ചെയ്യുക എന്ന് വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയപ്പെടുന്നു. എന്തുമാകട്ടെ, പക്ഷേ ഈ മൈനർ പ്രോഫറ്റ്സ് എന്ന് പറയുന്നത് അദ്ദേഹം മൈനറായതുകൊണ്ടല്ല, ബൈബിളിനകത്ത് കുറഞ്ഞ ചാപ്റ്ററുകളുള്ള ലേഖനങ്ങൾ, അതെ അധ്യായങ്ങൾ എഴുതിയ പ്രവാചകന്മാരെ മൈനർ പ്രോഫറ്റ്സ് എന്ന് പറയുന്നു. അവർ മറ്റേതെങ്കിലും വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും അതിൻ്റെ 3 അധ്യായങ്ങൾക്കുള്ളിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ട്. അത് പറഞ്ഞിട്ട് ഇന്ന് വചനത്തിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ ഈ പ്രവാചകൻ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കണ്ടിട്ട് ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തോട് കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്. കർത്താവേ, ഈ ജനം എങ്ങനെയൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ ശരിയാണോ? എൻ്റെ വിശ്വാസം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നൊരനുഭവത്തിൽ ഞാനായിരിക്കുന്നു. അപ്പോൾ അതിനൊക്കെ ദൈവം ഉത്തരം പറയുന്നുണ്ട്. അതിൻ്റെ 1-ാം അധ്യായത്തിൽ ദൈവം പറയുകയാണ്, നിൻ്റെ ഈ നാളുകളായി ഞാൻ കാത്തിരിക്കുന്നു, കാത്തിരിപ്പിന് ഒരു അന്ത്യമില്ല, ഇനിയിപ്പം ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുമെന്ന് തോന്നുന്നതുമില്ല. പക്ഷേ അവിടെ ദൈവം പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അവിടെ പറയുന്നു, ദൈവം പറയുകയാണ്, ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1:5 പറയുന്നുണ്ട്, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പിൻ, ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ച് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് ദൈവം പറയുകയാണ്. അപ്പോൾ ദൈവം ചെയ്യാൻ പോകുന്നൊരു കാര്യത്തെപ്പറ്റി ദൈവം പറയുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നീ കാത്തിരിക്കണം. ഹബക്കൂക്കേ, പ്രവാചക, അവിടുന്ന് കാത്തിരിക്കണം, ഞാനൊരു പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. നീ നാളുകളായി കാത്തിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഒരു പ്രവൃത്തി ഈ ദിവസങ്ങൾ വെളിപ്പെടുവാൻ പോവുകയാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ കാത്തിരിക്കാൻ തയ്യാറാകണം. പക്ഷെ വീണ്ടും ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തോട് വീണ്ടും ഇങ്ങനെ സ്ട്രൈവ് ചെയ്യുകയാണ്. പക്ഷെ അപ്പോൾ ദൈവം പറയുന്ന കാര്യമുണ്ട്, നീ മറ്റൊന്നും ചെയ്യണ്ട, നീ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നീ മിണ്ടാതിരിക്കുക, ഞാൻ പ്രവർത്തിക്കാം, നീ അധികം സംസാരിക്കേണ്ട, പ്രവർത്തിക്കാൻ പോകുന്നത് ഞാനാണ്. മറ്റൊന്നുമല്ല, ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു, ഇനിയിപ്പോൾ ചെയ്യാൻ ബാക്കി ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ മൗനമായിരിക്കുവാൻ, എൻ്റെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാൻ തയ്യാറാണെങ്കിൽ ഒരു ദൈവപ്രവൃത്തി ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുമെന്ന് ആമേൻ തിരുവചനം പറയുന്നു. അത് തിരുവചനം എന്ത് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിലും ചിലതിനു വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് തയ്യാറാകാം.
അവിടെ പറയുന്നു സർവ്വഭൂമിയും അവൻ്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. അവിടെ ഈ പ്രവാചകൻ അവിടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുക്കുകയാണ്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു. അവിടെ ദൈവസന്നിധിയിൽ അദ്ദേഹം പറയുന്നു, അവിടെ ദൈവസന്നിധിയിൽ ദൈവം യഹോവ എന്നോട് എന്ത് പറയുന്നത്? 2:1 വായിക്കാം. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യും എന്ന് എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയണ്ടു എന്ന് കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. അതെ, അവിടെ അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയാണ്. കൊത്തളത്തിൽ കാവൽ നിന്നുകൊണ്ട് യഹോവ എന്നോട് എന്തരുളി ചെയ്യുമെന്ന് അറിയേണ്ടതിന് ഞാൻ അവിടെ ഇരിക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രാർത്ഥന ദൈവം നമ്മളോട് സംസാരിക്കുന്നതും നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നതുമാണ്. വൺ വേ ട്രാഫിക് അല്ല. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഐ വിൽ ലിസൺ ടു വാട്ട് ദി ലോർഡ് വിൽ സേ. ഞാൻ പറയുന്നത് ആമേൻ, ഞാൻ പറയുന്നത് മാത്രമല്ല, ദൈവം പറയുന്നത് എന്താണെന്ന് കൂടി അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവാചകൻ. ഈ ദിവസങ്ങളിലും നമുക്ക് ദൈവം നമ്മളോട് സംസാരിക്കുവാൻ, പക്ഷേ നമുക്ക് ഈ ദിവസം ഏൽപ്പിച്ച് കൊടുക്കുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥകൾക്കൊരു മാറ്റം വരുവാൻ തക്കവണ്ണം ഇടയാകും. സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരു പ്രത്യേക കാര്യം മാത്രം പറഞ്ഞിട്ട് അതിൽ നിന്ന് സംസാരിക്കുവാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നു ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു. ഇത് പലയിടത്തും നമ്മൾ കേട്ടിട്ടുള്ള വചനമാണ്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം പലയിടത്തും നമ്മൾ വായിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ പല രീതിയിൽ ഇതിന് പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. ആ ദർശനം എന്താണെന്ന് എക്സാക്ട്ലി ഇവിടെ പറഞ്ഞിട്ടില്ല. ദൈവം എന്താണ് ഇദ്ദേഹത്തിന് ദർശനം കൊടുത്തതെന്ന് എനിക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് അവരെ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ ഇവരെ ഈ പ്രവാസത്തിൽ നിന്നും, ബന്ധനത്തിൽ നിന്നും, ബാബിലോണിയൻ ബന്ധനത്തിൽ നിന്നും വിടുവിക്കുവാൻ ഇവർ കാത്തിരിക്കുകയാണ്. അപ്പോൾ കൽദായരെ ദൈവം വരുത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ നിന്നും ഈ ജനത്തെ വിടുവിക്കുമെന്നുമൊക്കെയുള്ള പ്രത്യാശ ഇവർക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷെ ഒരു ദർശനം ഈ വ്യക്തിക്ക് ദൈവം കൊടുത്തു. ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ പ്രവാചകന്റെ ജീവിതത്തിൽ ദർശനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുറമേയുള്ള സ്ഥിതി മാറിയില്ല, ഈ ഹബക്കൂക്ക് പ്രവാചകന്റെ അകമേയുള്ള സ്ഥിതി മാറി. അപ്പോൾ ഈ ദിവസങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ദർശനം, നമ്മുടെ ജീവിതത്തിൽ അതിനൊരു മാറ്റം വന്നാൽ, നമ്മളെ പുറമേയുള്ള സ്ഥിതി മാറിയില്ലെങ്കിലും നമ്മുടെ അകമേയുള്ള സ്ഥിതി മാറും. പുറമേയുള്ള സ്ഥിതിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഈ ദർശനം ഇദ്ദേഹത്തിന് കിട്ടിയ ദൈവിക വെളിപ്പാട് ഇദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ സ്ഥിതി മാറി. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പലപ്പോഴും ദർശനത്തിലൂടെയാണ്. ഭാവിയിലേക്ക് എന്ത് സംഭവിക്കുമെന്നും എന്തായി തീരുമെന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ദർശനം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ അരുളപ്പാട് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ മതി. ഈ ഭൂമിയിലുള്ള ഏകദേശം 7.5 ബില്യൺ ആൾക്കാരുണ്ട്. അവരറിഞ്ഞും അറിയാതെയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ, ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, നാളെ എന്തായി തീരും എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ പലപ്പോഴും ദൈവത്തെ തേടുവാൻ, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. ആ ദർശനം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ. ഈ ബൈബിളാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകം. ഏകദേശം 7 ബില്യൺ ആൾക്കാരുള്ള ഈ ഭൂമിയിൽ അതിൻ്റെ രേഖകൾ പ്രകാരം ഏകദേശം 7 ബില്യണിൽ കൂടുതൽ ബൈബിൾ വിറ്റഴിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും എവിടെയൊക്കെയോ ബൈബിൾ ഇന്ന് അച്ചടിക്കപ്പെടുകയാണ്. അപ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകുവാൻ കഴിയുന്ന ദൈവിക ദർശനം
കിട്ടുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ ഈ പുസ്തകമാണ്. ഹല്ലേലൂയ. അപ്പം ഈ പുസ്തകത്തിനകത്ത് ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഭൂമിയിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകത്തിൻ്റെ ഈ പുസ്തകത്തിന് വാങ്ങിക്കുവാനുള്ള കാരണം ഭാവിയെ പറ്റിയുള്ള ആശങ്കകളാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. റിക്ക് വാറൻ്റെ ഒരു പുസ്തകം, റിക്ക് വാറൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പുസ്തകമുണ്ട്, പേർപ്പസ് ഡ്രിവൻ ലൈഫ്. ഏകദേശം 50 മില്യൺ കോപ്പീസ് വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, മുന്നോട്ട് എന്തുകൊണ്ട് കർത്താവേ എന്നെ സൃഷ്ടിച്ചു, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അങ്ങേക്കൊരു പദ്ധതിയുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കണ്ടെത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന, അർത്ഥം കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ, ഒരു ദർശനമുണ്ടെങ്കിൽ അത് ഈ പുസ്തകത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് ഇത് കേൾക്കുന്ന 7.5 മില്യൺ അല്ലെങ്കിൽ 7 ബില്യൺ ആൾക്കാരുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം. അവൻ്റെ കർത്താവിൻ്റെ കണ്ണിൽ ഒന്നും മറിഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഇതിനകത്ത് കേൾക്കുന്നവരുണ്ട്, എന്തുകൊണ്ടാണ് കർത്താവേ എൻ്റെ ജീവിതം എന്തായി തീരും, ഇതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ ചോദിക്കുന്നവരുണ്ടെങ്കിൽ, നമുക്കൊരു മാസ്റ്ററുണ്ട്, നമുക്കൊരു ഉടയവനുണ്ട്. ഹല്ലേലൂയ. ആ ഉടയവൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേലുണ്ട്. വിശ്വസിക്കുന്ന വിശ്വാസത പറ എന്ന് പറയാൻ നമുക്ക് പറയാം, കർത്താവ് എൻ്റെ മേലൊരു ദൈവിക മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ഞാൻ ആക്സിഡൻ്റായിട്ട് ഉണ്ടായതല്ല. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ബിൽഡിങ് പണിയുമ്പോൾ ആ ബിൽഡിങ് എങ്ങനെ ആയിരിക്കുമെന്ന് അറിയുന്നത് അതിൻ്റെ ബിൽഡർ മാത്രമേ ഉള്ളൂ, ഇനി ആർക്കിടെക്റ്റ് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ ഒരു CAD എന്ന് പറഞ്ഞ അല്ലെങ്കിൽ BIM എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറുകളുണ്ട്, അത് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ 3D ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഈ ബിൽഡിംഗ് എങ്ങനെയായി തീരും. അല്ലെങ്കിൽ ഒരു കുശവൻ്റെ കയ്യിൽ ഒരു കളിമണ്ണ് കിട്ടുമ്പോൾ അതിൻ്റെ പാത്രം എന്തായി തീരുമെന്ന് അറിയുന്നവൻ കുശവൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഉടയപ്പെട്ട ജീവിത അനുഭവങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു രൂപവും ഭാവവും ആയിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് വിശ്വാസം പറയണം, എൻ്റെ ഉടയവൻ എന്നെ ഉണ്ടാക്കുന്ന കളിമൺ ഉണ്ടാക്കുന്ന കുശവൻ്റെ കയ്യിൽ ഈ ദിവസങ്ങളിൽ അതിനെ പണിതെടുത്തുകൊണ്ടിരിക്കുന്ന നാളുകളാണ്. അതിനൊരു പൂർത്തീകരണം ദൈവം തരും. അതേ, ഈ ദിവസങ്ങളിലും എന്നെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതേ, ഈ ദിവസങ്ങളിലും നമ്മുടെ ഉള്ളിലേക്ക് ആ ദൈവികമായ പദ്ധതി എന്താണെന്ന് ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന് നമ്മളെപ്പറ്റിയുള്ള ഉദ്ദേശങ്ങൾ എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ടെന്ന് നമുക്കൊരു ഉറപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാണ്. അനേകർക്ക് ഈ ദർശനം എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്. ദർശനം എന്ന് പറഞ്ഞാൽ വെളിപ്പാടുണ്ട്, അല്ലെങ്കിൽ മുന്നോട്ട് വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ദൈവത്തിന് സ്വപ്നങ്ങളൊന്നുമില്ല കേട്ടോ. വരും പറയും ദൈവം സ്വപ്നം കാണും. ദൈവം സ്വപ്നം കാണത്തില്ല, ദൈവത്തിന് ദർശനമേ ഉള്ളൂ. നമ്മളാ സ്വപ്നം കാണുന്നത്. എല്ലാ ദിവസവും രാത്രിയിൽ പകലുമൊക്കെ ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ സ്വപ്നം കണ്ടിട്ട് സ്തോത്രം, നമുക്ക് പോലും അറിയത്തില്ല എന്താ നടക്കാൻ പോകുന്നത്. പക്ഷെ ദൈവം സ്വപ്നം കാണുന്ന അവൻ ദൈവമല്ല. ദൈവത്തിന് ദർശനമുണ്ട്. ദൈവത്തിന് വ്യക്തമായ ഒരു വ്യക്തിയെ പറ്റി ഒരു ദർശനമുണ്ട്. പക്ഷേ നമുക്ക് ആ ദർശനത്തിൻ്റെ ഉള്ളിലായി തീരുവാൻ ഒരു തീക്ഷ്ണതയുണ്ടെങ്കിൽ, ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നു, കർത്താവേ ഇതെന്തായി തീരും, ഭാവി എന്തായി തീരും. അദ്ദേഹം വറീഡാണ്, അദ്ദേഹത്തിൻ്റെ വിശ്വാസം കുറയുകയാണ്. അപ്പോൾ അദ്ദേഹം കർത്താവുമായിട്ട് സംസാരിക്കുവാൻ, ദൈവവുമായിട്ട് മൽപ്പിടിക്കുവാൻ, മൽപ്പിടുത്തുന്ന പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കർത്താവിനോട് നിരന്തരമായി അന്വേഷിക്കുന്ന ഒരു ഹൃദയം ഈ വ്യക്തിക്കുണ്ട്. ആ പ്രവാസത്തിൽപ്പെട്ട മറ്റാർക്കും ഇല്ലാത്തൊരു തീക്ഷ്ണത ഈ പ്രവാചകനുണ്ട്. ഈ ദിവസങ്ങളിലും ഒരു ദർശനം എൻ്റെ ജീവിതത്തെപ്പറ്റി, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി, കർത്താവ് എനിക്കൊരു വ്യക്തത വേണം. ഒരുപാട് ദർശനങ്ങളുള്ളവരുണ്ട്, വലിയ ബിസിനസ്സുകാരുണ്ട്, അത് വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കിയവരുണ്ട്. അവർക്കൊക്കെ ഒരു ദർശനമുണ്ടായിരുന്നു. എൻ്റെയും നിങ്ങളുടെയും ദർശനം എന്താണ്? എൻ്റെയും നിങ്ങളുടെയും സ്വപ്നമല്ല, നമ്മുടെ കാഴ്ചപ്പാടെന്താണ്? അതിനനുസരിച്ചാണ് ജീവിതങ്ങൾ പണിയപ്പെടുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലും നമുക്ക് ഈ വചനത്തിനനുസരിച്ചുള്ള ദർശനം പ്രാപിച്ചവരായി തീരുവാനായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ എന്തെങ്കിലും പ്രവചന ദൂതുകൾക്കപ്പുറത്ത്
ദൈവമേ, എന്നെ പറ്റിയുള്ള ദൈവിക വാക്തത്വങ്ങൾ, ആമേൻ, ദൈവിക പദ്ധതികൾ എന്താണെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ദൈവിക വെളിപ്പാട്, ദൈവികമായ ഒരു ജ്ഞാനം എൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള മനുഷ്യർ പലരും ഒരു വിഷൻ ഉള്ളവരുണ്ട്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വിഷൻ എന്ന് പറയും. ഒരുപാട് ബിസിനസ്സുകാരൊക്കെ ഒന്നുമില്ലാതെ തുടങ്ങുമ്പോഴും അവർക്കൊരു ദർശനമുണ്ടായിരുന്നു, ഞാൻ ഇന്ന കാര്യം. അല്ലെങ്കിൽ സ്റ്റീവ് ജോബ്സ് എന്നൊക്കെ പറഞ്ഞ വ്യക്തിയുണ്ട്, ആപ്പിൾ കമ്പ്യൂട്ടർ കണ്ടുപിടി. അദ്ദേഹത്തിനൊക്കെ ജീവിതത്തിൽ അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് ഒരു വിഷൻ ഉണ്ടായിരുന്നു. ആ വിഷൻ അനുസരിച്ചാണ് ഞങ്ങൾ പോയത്. അത് കെട്ടിപ്പടുത്ത് സാമ്രാജ്യമാക്കി ദൈവം മാറ്റി. അല്ലെങ്കിൽ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ഐ ഹാവ് എ ഡ്രീം. അത് കറുത്ത വർഗക്കാർക്ക് നീതി ലഭിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ നീതിന്യായം അവിടെ കടന്നു വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു വലിയ പ്രസംഗം ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകാം. പക്ഷേ ദൈവികമായ ആഗ്രഹമാണോ നമ്മുടെ ജീവിതത്തിന് മേലുള്ളത്? അതിന് മേൽ ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ഒരു ദർശനം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല, യോസേഫിന് ദൈവം ഒരു ദർശനം കൊടുത്തു. സൂര്യചന്ദ്രന്മാർ നിന്നെ നമസ്കരിക്കുന്നു, അല്ലേ? മറ്റ് കറ്റകളെല്ലാം നിന്റെ മുമ്പിൽ മടങ്ങുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദർശനം കൊടുത്തപ്പോൾ യോസേഫ് ആ ദർശനത്തിന് പിന്നാലെ പോയില്ല. യോസേഫിന് മനസ്സിലായത് ദൈവം പറഞ്ഞ ദർശനമാണ്. ഹല്ലേലൂയ. യോസേഫിന് മനസ്സിലായില്ല യോസേഫ് ഒരു പ്രധാനമന്ത്രിയാകാൻ പോവുകയാണ്. പക്ഷേ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ യോസേഫ് ഒരിക്കലും പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയോ എന്തെങ്കിലും ഉന്നത സ്ഥാനം പ്രാപിക്കാനോ വേണ്ടിയല്ല, സ്തോത്രം, അദ്ദേഹം മുന്നോട്ട് പോയത്. എന്ത് സംഭവിച്ചാലും എന്ത് സംഭവിച്ചില്ലെങ്കിലും ദൈവത്തിന് എന്നെപ്പറ്റി ഒരു ഉദ്ദേശം ഇതാണ്. എന്നെ മാനിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ. ദൈവികമായ ഒരു പദ്ധതിയിലൂടെ മറ്റുള്ളവർക്ക് ഞാൻ അനുഗ്രഹമാകാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് എന്നൊരു തിരിച്ചറിവ് ഇന്ന് രാത്രി ഇത് കേൾക്കുന്ന, പകലാണെങ്കിലും രാത്രിയാണെങ്കിലും, നമ്മുടെ ജീവിതത്തിന് മേൽ ദൈവം പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതെ, നമുക്ക് ഭൂമിയിൽ ഒരു ദർശനമുണ്ടായിരുന്നു. ഈജിപ്തിലേക്ക് ദൈവം മുന്നമേ ദർശനത്തിൽ കണ്ട് ദൈവം യോസേഫിനെ ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പത്തിൻ്റെ കോൽ ഒടിച്ചു കളഞ്ഞപ്പോൾ, മഹാമാരി ക്ഷാമവും ഈജിപ്തിൽ കടന്നു വന്നപ്പോൾ, അവിടെ ഉണ്ടായിരുന്ന എല്ലായിടത്തും കടന്നു വന്നപ്പോൾ യോസേഫിനെ ദൈവം മുന്നമേ ഒരുക്കി. യോസേഫിനെ ദൈവം ഉയർത്തുകയും മാനിക്കുകയും ചെയ്തതിന് കാരണം അത് ഇസ്രായേലിന് അദ്ദേഹത്തെ ഒരു അനുഗ്രഹമാക്കാൻ വേണ്ടിയായിരുന്നു. യോസേഫിന് എന്തെങ്കിലും മഹത്വം ഉണ്ടാകാൻ വേണ്ടിയല്ല, ദൈവജനത്തിന് വിടുതലിന് വേണ്ടിയാണ്. അപ്പോൾ യോസേഫിൻ്റെ ജീവിതത്തിന് മേൽ ദർശനം ദൈവം കൊടുത്തു. ആ ദർശനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പൊട്ടിഫോറിൻ്റെ ഭവനത്തിൽ നിന്ദിക്കപ്പെടുമ്പോഴും ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെടുമ്പോഴും അതേ പൊട്ടക്കിണറ്റിൽ കിടന്ന് നിലവിളിക്കുമ്പോഴും അതേ സ്തോത്രം പലരും കൈവിടുമ്പോഴും പലരും നിന്ദിക്കുമ്പോഴും അതിനെല്ലാം മധ്യത്തിൽ യോസേഫിനൊരു ഉറപ്പുണ്ടായിരുന്നു, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എൻ്റെ ജീവിതത്തിനുമേ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസം പറ. ഹല്ലേലൂയ. ഞാൻ അനുഭവിക്കുന്ന ഏത് കഷ്ടതയും, ഏത് പട്ടിണിയും, ഏത് രോഗവും, എന്ത് ബന്ധനവുമാകട്ടെ, ആമേൻ, അതിൻ്റെ മധ്യേയും ദൈവത്തിന് എൻ്റെ മേലൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് എൻ്റെ ഉള്ളിൽ എന്നെ വെറുതെ അല്ല ദൈവം വിളിച്ചത്. ദൈവം ആരെയും വെറുതെ വിളിച്ചിട്ട് ആമേൻ സ്വന്തം പറഞ്ഞു വിടുന്നവനല്ല. വിളിച്ചാൽ അതിനപ്പുറത്ത് ഒരു തെരഞ്ഞെടുപ്പുണ്ട് കേട്ടോ. നമ്മളൊക്കെ ചിലരെ വിളിച്ചിട്ട് പൊക്കോളാൻ പറയും, സ്വതന്ത്രം. പക്ഷെ ദൈവം അങ്ങനെയല്ല, വിളിച്ചാൽ അതിനുമേൽ ചിലത് പ്രവർത്തിച്ചിട്ട് ദൈവം മടക്കി അയക്കുകയുള്ളൂ. അതെ, ഇന്ന് ഭൂമിയിൽ ഒരു ഉയർച്ച ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കാര്യമാണ്. അതെ, അതിനപ്പുറത്ത് ദൈവികമായ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കട്ടെ. എന്തുമാകട്ടെ, നിങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും യോസേഫാകാൻ പറ്റത്തില്ല. എല്ലാവരും പ്രധാനമന്ത്രിയായ പിന്നെ ഹല്ലേലൂയ ഭരിക്കാൻ ജനം വേണ്ടേ? അതുകൊണ്ട് എല്ലാവർക്കും യോസേഫാകാൻ പറ്റത്തില്ല. ചിലരെ ബില്യൻസിൽ ഒരാളെ യോസേഫായി ദൈവം തിരഞ്ഞെടുത്തു. പക്ഷേ ഓരോ ജീവിതങ്ങളുടെ മേലും ദൈവികമായ പദ്ധതിയുണ്ട്. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ, കർത്താവേ, എന്നെ എന്താകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുവോ, ലെറ്റ് മീ ബിക്കം ദാറ്റ്. ഒരുപക്ഷെ ഒരു ദിവസമായിരിക്കാം, 10 വർഷമായിരിക്കാം, 100 വർഷമായിരിക്കാം നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ആ ജീവിതത്തിനകത്ത് ദൈവം കണ്ടിരിക്കുന്ന ദൈവിക ഉദ്ദേശങ്ങൾ കർത്താവ് ഈ ദിവസങ്ങൾ നിവൃത്തീകരിക്കണം. ഹല്ലേലൂയ. നിരാശപ്പെട്ടു പോകുവാനല്ല, ഈ ദിവസങ്ങൾ നമുക്ക് പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. ദർശനം കിട്ടിയ ഹബക്കൂക്കിന് അവസ്ഥ മാറി. അദ്ദേഹത്തിന് ചുറ്റുവട്ടങ്ങളിലുള്ള അവസ്ഥ മാറിയില്ല. പക്ഷെ ദർശനം കിട്ടിയപ്പോൾ ഹബക്കൂക്കിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ മാറി, കംപ്ലൈൻറ്റിങ് മാറി, ഒരു ഉറപ്പ് കിട്ടി, ഒരു ധൈര്യം കിട്ടി. ഇനിയിപ്പോൾ എനിക്ക് മുന്നോട്ട് പോകാം.
എൻ്റെ ജീവിതം വ്യർത്ഥമായി തീരത്തില്ല. അഗ്രിപ്പ രാജാവേ, സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആമേൻ ദമസ്കസിലും യെരൂശലേമിലും യഹൂദിയ ദേശത്തുള്ളവരോടും അതേ ഒരു സ്വർഗീയ ദർശനം ഒരു പൗലോസിന് ദൈവം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. അത് ഭൂമിയിലുള്ള ദർശനമല്ലായിരുന്നു, അത് സ്വർഗീയമായൊരു ദർശനമായിരുന്നു. അപ്പോൾ നമുക്ക് ഭൂമിയിൽ മാത്രമല്ല ഒരു സ്വർഗീയ ദർശനം കൂടി കർത്താവ് നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഭൂമിയിൽ ചിലതൊക്കെ അല്ലെങ്കിൽ ഭൗതിക അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് എന്ത് കിട്ടിയാലും ഞാൻ പ്രാർത്ഥിക്കുന്നു അത് ദൈവരാജ്യ വിസ്തൃതിക്കും ദൈവനാമ മഹത്വത്തിനും അനേകരുടെ വിടുതലിനും ആശ്വാസനമാക്കി നമ്മുടെ സ്വാർത്ഥപരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയല്ല അവൻ അത് ദൈവം ആക്കി തീർക്കുന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ ദൈവം നമുക്കത് നൽകിയിരിക്കും. സ്തോത്രം. അതല്ല ഈ ഭൗതിക നന്മകൾ നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണെങ്കിൽ ദൈവം ഒരു നാൾ അത് തരത്തില്ല. ബിക്കോസ് ഗോഡ് ലവ്സ് യു സോ മച്ച്. ദൈവം നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നു. പക്ഷേ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ ധനികനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനൊരു ദർശനം കിട്ടി. അദ്ദേഹത്തിന് കിട്ടിയ ദർശനം എന്തായിരുന്നു? ദൈവം കൊടുത്തൊരു ദർശനമായിരുന്നു. ഈ ദർശനത്തെ പിൻചൊല്ലിയാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം പറയുകയാണ്, ദൈവം എന്താണ് ദർശനം കൊടുത്തത്, ഞാൻ ദർശനം എന്താണെന്ന് പറയാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിന് കൊടുത്ത ദർശനം അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു. അപ്പോൾ അത് യഹൂദന്മാരുടെ ഇടയിലല്ല പൗലോസിനെ അയച്ചത്, ജാതികളുടെ ഇടയിലാണ് പൗലോസിനെ അയച്ചത്. അപ്പോൾ പൗലോസിന് വ്യക്തമായൊരു ബോധ്യവും ഒരു ലക്ഷ്യവും ദൈവം കൊടുത്തിരുന്നു. എനിക്കറിയാവുന്ന പലരും ജീവിതത്തിൽ ദർശനമില്ലാതെ എന്തായി തീരണം, എങ്ങോട്ട് പോകണമെന്നറിയാതെ പലപ്പോഴും ചെറിയ പ്രായത്തിൽ അവർക്കൊരു ദർശനമില്ലെങ്കിൽ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ഭാവി ജീവിതം പലപ്പോഴും ഇരുളടഞ്ഞതായിത്തീരും. അങ്ങനെ ചിലരെങ്കിലും കർത്താവ് അങ്ങനെ ഇല്ലാത്തവരെ കർത്താവ് വിടുവിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചെറിയ പ്രായത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വ്യക്തമായ ഒരു ബോധ്യവും ഒരു ഉറപ്പും കർത്താവ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതെ, ശിമിയോൻ എന്നൊരു മനുഷ്യനൊരു ദർശനമുണ്ടായിരുന്നു. അത് ഭൂമിക്കപ്പുറത്തുള്ള ദർശനമായിരുന്നു. അപ്പം നമുക്ക് ഈ ഭൂമിയിൽ ദർശനം കൊണ്ടാകാം, ബിസിനസ് പണിയാം. ചിലർക്കാണ് ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്, ഇന്ന കാര്യം ചെയ്യണം, ഇന്നത് ചെയ്യണം, ബിസിനസ് ചെയ്യണം, ജോലി ചെയ്യണം, എന്തെല്ലാം ചെയ്യണമെന്ന് അറിയത്തില്ല. അതിൽ ഒരുപാട് ദർശനങ്ങളാണ്. ആകെ കൺഫ്യൂസ്ഡ് ആകുന്നവരുണ്ട്. അവർ പലപ്പോഴും കുഴികളിൽ ചെന്നപ്പെടും. പൈശാചികമായ മണ്ഡലങ്ങൾ അവരെ പലപ്പോഴും പല രീതിയിലേക്ക് പല വഴികളിലേക്ക് നയിച്ചിട്ട് ദൈവത്തിൻ്റെ പദ്ധതികളിൽ നിന്ന് തിരിക്കുവാനിടയാകും. പക്ഷേ ഈ ദിവസങ്ങളിലും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ എത്ര ദിവസം നമുക്ക് ദൈവം ഈ ഭൂമി തരുമെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. പക്ഷേ തന്നിരിക്കുന്ന സമയത്ത് നല്ലൊരു ഓട്ടമോടുവാൻ ഈ ദിവസങ്ങളിലും എങ്ങോട്ട് പോകണമെന്ന് എന്ത് ചെയ്യണമെന്നും സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ദൈവിക ദർശനവും കൃപയും കർത്താവേ എൻ്റെ മേൽ പകരണമേ. ഹല്ലേലൂയ. എല്ലാവർക്കും ഈ ഒരു ദാവീദോ അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ പദവികൾ ചെന്നെത്താൻ കഴിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ദൈവത്തിന് ഓരോരുത്തരുടെ മേലും ദൈവികമായ ഉദ്ദേശമുണ്ട്, ദൈവികമായ പദ്ധതിയുണ്ട്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, ശിമിയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദർശനമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ദർശനം ഇസ്രായേലിൻ്റെ വിടുതലായിരുന്നു. ആശ്വാസനായി കാത്തിരിക്കുന്ന വ്യക്തിയായിരുന്നു. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ മേൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയൊരു ദർശനം, ഈ ഭൂമിയെ രക്ഷിക്കാൻ വരുന്ന ക്രിസ്തു, ആ ക്രിസ്തുവിനെ നീ കാണാതെ നിന്റെ കണ്ണടയത്തില്ല. വയോധികനായി അദ്ദേഹത്തിന് ഒരുപക്ഷെ വളരെ ഏത് സമയത്തും അദ്ദേഹത്തെ ശവക്കല്ലറ എടുത്തു വെക്കാവുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയില്ല. കാരണം ദൈവം ആ ദർശനം കൊടുത്തത്. ദൈവമാണ് പറഞ്ഞത്, നീ ക്രിസ്തുവിനെ കാണും, അല്ലാതെ നിന്റെ കണ്ണടയത്തില്ല. പക്ഷേ ഇദ്ദേഹം അത് വിശ്വസിച്ചു. അതുകൊണ്ട് അന്ന് യേശുക്രിസ്തു പിറന്ന് ദേവാലയത്തിൽ വരുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് മുന്നുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവാണ് കൊടുത്തത്. ആമേൻ. അപ്പോൾ അങ്ങനെ ഒരു ദർശനം ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം യേശുക്രിസ്തുവിനെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് നാഥ, ഇനി ഞാൻ തിരികെ പോകട്ടെ. എന്നോട് പറഞ്ഞ ദർശനം നടന്നിരിക്കുന്നു. ആ ശിശുവായ യേശുവിനെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇന്നും ചില ദർശനങ്ങൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകട്ടെ. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്. ജീവിതത്തിൻ്റെ ദൈവികമായ പദ്ധതിയുണ്ട്. എന്ത് അനർത്ഥം ജീവിതങ്ങളിൽ വന്നാലും, എന്ത് അപജയങ്ങൾ ജീവിതത്തിൽ വന്നാലും,
എന്ത് തെറ്റുകൾ വന്നാലും എന്തെല്ലാം ആമേൻ ഒരുപക്ഷെ കാത്തിരിക്കുന്ന വിഷയങ്ങളിലും ഈ ദിവസങ്ങളിലും ആമേൻ ഒരു ഉത്തരവും കിട്ടിയില്ലെങ്കിലും ഇന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് മറ്റൊന്നും വേണ്ട, എനിക്ക് വേണ്ട ദർശനമാണ്. ഹല്ലേലൂയ. മറ്റ് പലതും പറഞ്ഞ് വിശ്വസിച്ചിരിക്കുന്ന തെറ്റായ ബോധ്യങ്ങൾ കർത്താവ് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ചിലർ റിവൈവലിന് വേണ്ടി കാത്തിരുന്നവരുണ്ട്, ഒരു ഉണർവിന് വേണ്ടി കാലുകളായി കാത്തിരിക്കുന്ന ദർശനമുള്ളവരുണ്ട്. അപ്പോൾ അപ്പോസ്തലന്മാർ കാത്തിരുന്നു. അവർക്ക് ലോകത്തിൽ ഏറ്റവും വലിയ ഒരു ഉണർവ് അപ്പോസ്തലിക കാലഘട്ടങ്ങളിൽ നടന്നു. പിന്നീട് അസൂസ സ്ട്രീറ്റിലും ലോകമെമ്പാടും ഉള്ള അനേക രാജ്യങ്ങളിലും ആ ദർശനം ഉണ്ടായിരുന്നവർ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറായപ്പോൾ, സമയമായപ്പോൾ ദൈവം ആ ദർശനത്തിൻ്റെ പൂർത്തി ദൈവത്തിൽ നിന്ന് ലഭിച്ച ദർശനമായിരുന്നു. ഇന്ന് പലയിടത്തും റിവൈവൽ ഉണ്ടെന്ന് പറയുന്നത്, പക്ഷേ യഥാർത്ഥത്തിൽ പിന്നീട് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ റിവൈവൽ അല്ല. ദൈവം ആഗ്രഹിക്കുന്ന റിവൈവലിന് വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് ഇന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സ്തോത്രം. മാനസാന്തരം ആദ്യം നടക്കും, അവിടെയാണ് റിവൈവൽ തുടങ്ങുന്നത്. യഥാർത്ഥ റിവൈവൽ കാണുവാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലും അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഭൂമിയിൽ മാത്രം എൻ്റെ ആശ, ഭൂമിയിൽ മാത്രം ആശ വെച്ചിരിക്കുന്നവർ എല്ലാവരെക്കാളും അരിഷ്ടനാണെന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ നമ്മുടെ ദർശനം ഭൂമിയിൽ മാത്രമാണെങ്കിൽ പലപ്പോഴും നമ്മൾ നിരാശപ്പെട്ടു പോകും. നമുക്ക് ഭൂമിക്കപ്പുറത്ത്, ഭൂമിയിൽ നമുക്കൊരു ഈ ദിവസങ്ങളിൽ നമുക്കൊരു ആത്മീയമായ ഒരു ദർശനം വേണം. ഭൂമിയിൽ നമുക്ക് ഭൗതികമായൊരു ദർശനം വേണം. ജോലി മണ്ഡലങ്ങൾ ദർശനം വേണം. ബിസിനസ് ചെയ്യുന്നതിനാണ് അതിന്മേൽ ദർശനം വേണം. കുടുംബജീവിതത്തിൽ മക്കളെ പറ്റിയൊരു ദർശനം വേണം. ഹല്ലേലൂയ. അത് വ്യക്തതയോടെ ദൈവം ആഗ്രഹിക്കുന്ന ദർശനങ്ങളായി തീരുമ്പോൾ ജീവിതത്തിന് അർത്ഥം വരും. അല്ലേ? സ്തോത്രം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. അത് ഇങ്ങനെയുള്ള തെറ്റായ ബോധ്യങ്ങളും ചിന്തകളും വെച്ച് മുന്നോട്ട് പോകുന്ന പലരെയും പൈശാചിക മണ്ഡലം കുരുക്കിൽ പെടുത്തും. അവർ നിരാശരായി തീരും. പക്ഷേ യോസേഫിന് അറിയാമായ ദൈവമാണ് എന്നോട് സംസാരിച്ചത്. ഇന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ അവിടുന്ന് എന്നോട് ഇടപെടണം. ഹല്ലേലൂയ. ഐ വാണ്ട് യു ടു സ്പീക്ക് ടു മീ. എനിക്ക് വലിയ വലിയ സ്ഥാനങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും കർത്താവ് പറഞ്ഞു, കർത്താവേ ഞാൻ വരും, ഇതാ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. ആമേൻ. പുസ്തക ചുരുളിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്ന പോലെ അത് സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ അവിടെ അബ്രഹാമിന് ദർശനം കിട്ടി. ആമേൻ. ഞാനിത് ചെറുതായിട്ടൊന്ന് പറയണമെന്ന് വിചാരിച്ച, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് മറിഞ്ഞു കിടക്കുന്നുണ്ട്. എല്ലാം നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനുള്ള ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നതെന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അദ്ദേഹം പുറപ്പെടുകയാണ്. ദർശനം എന്താണ്? ഹല്ലേലൂയ. ഗെറ്റ് ഔട്ട് അബ്രഹാം. നിന്റെ ചാർച്ചക്കാരെയും ബന്ധുക്കാരെയും വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശം എന്താണെന്ന് അറിയത്തില്ല. ഭൗതികമായ ദർശനമാണ്. ദൈവമാണ് ഇടപെട്ടത്. കൽദയ പട്ടണമായ ഊരിൽ വെച്ച് അബ്രഹാമിനോട് ദൈവം ഇടപെട്ടു. ഇറങ്ങി പുറപ്പെട്ടു. അവിടെ പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന ദേശം ഞാൻ നിനക്ക് നൽകാൻ പോവുകയാണ്. യാത്ര തുടങ്ങി. ദൈവം ചേർന്ന് നടന്നു. ആമേൻ. ഒരു സമയമായപ്പോൾ ദർശനത്തിന് മങ്ങൽ വന്നു. ദർശനത്തിന് മങ്ങൽ വന്നപ്പോൾ അവിടെ ഒരു ഇസ്മായിൽ ജനിച്ചു. ഇസ്മായിൽ പിറന്നു വീണു. പക്ഷേ പിന്നീട് വീണ്ടും ദർശനം ദൈവം പുതുക്കി. ഇസ്ഹാക്കിനെ ദൈവം കൊടുത്തു. ഇസ്ഹാക്കിലൂടെ ലോക ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ദൈവിക വാക്തത്വത്തിൻ്റെ ദർശനം രാത്രികാലം ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു ഗാഢനിദ്രയിലാക്കി എബ്രഹാമിന് ദർശനം കൊടുത്തു. 430 വർഷത്തിന് ശേഷം നിന്റെ തലമുറ മടങ്ങി വരും, ബന്ധനത്തിൽ നിന്ന് മടങ്ങി വരും. ദൈവത്തിന് ദർശനം ദൈവം കൊടുത്തു. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. ഹല്ലേലൂയ. ഇതൊരു പട്ടുമെത്തയല്ല. ഹല്ലേലൂയ. ഇത് ഇതിനിടയ്ക്ക് മുള്ളുകളുമുണ്ട്. പക്ഷേ അതിന് മേൽ ക്ഷേമെടുത്ത് നീ മുന്നേറും. ദൈവത്തിലെ പുറത്തു കൊണ്ടുവരും. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. നിന്റെ തലമുറ ദൈവം പുറത്തു കൊണ്ടുവരും. നിനക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്ത് നിന്റെ സന്തതി 4ാം തലമുറക്കാർ മടങ്ങി വരും. നോക്കുക, ദൈവിക ദർശനം 4ാം തലമുറ വരെ കടന്നു പോകുക മാത്രമല്ല, അതിനപ്പുറത്ത് നിങ്ങളുടെ വരുന്ന തലമുറകൾക്കും അപ്പുറം കടന്നു പോകുന്ന ദൈവിക ദർശനമുള്ള ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. അതുകൊണ്ട് ദർശനം നിങ്ങളിൽ ഒതുങ്ങത്തില്ല. നിങ്ങൾ വരാൻ പോകുന്ന തലമുറകളിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. 48 തലമുറകൾക്കപ്പുറത്ത് യേശുക്രിസ്തുവിൻ്റെ ഒരു ദർശനം മത്തായി സുവിശേഷത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അബ്രഹാം തുടങ്ങി അങ്ങോട്ട്. അതാണ് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയുക.
അപ്പോൾ പക്ഷേ ഇങ്ങനെ നടക്കുന്ന എബ്രഹാമിന് അല്പം കഴിഞ്ഞപ്പോൾ ഭൗതികമായ ദർശനം മാറി ഇദ്ദേഹത്തിന് ആത്മീയ ദർശനമായി തീർന്നു. ദൈവവുമായിട്ട് നമ്മൾ നിരന്തരമായി ഇടപെടാൻ തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ പാലും തേനുമാണ് ചോദിക്കുന്നത്. സൗഖ്യമാണ്, എനിക്ക് പ്രവചനം വേണം, ഞാൻ ഇന്നതാകും, ഞാൻ വലിയ പുള്ളിയാകും, ജഡത്തിൽ ഉള്ള സന്തോഷങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ പിന്നീട് കർത്താവിനെ അറിയും തോറും സ്തോത്രം ഇതൊക്കെ നിസ്സാരമാകുവാൻ, ഇതൊക്കെ ചപ്പും ചവറുമാകുവാൻ തുടങ്ങും. എബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. പറയാം എബ്രഹാമിനെ സംഭവിച്ച ഹെബ്രായക്കാർക്ക് ലേഖനം 11:9 അവിടെ പറയുന്നു, വിശ്വാസത്താൽ, അതിന് 8 പറയുകയാണ്, വിശ്വാസ എബ്രഹാം വിളിക്കപ്പെട്ടു. പക്ഷേ 9-ാം അധ്യായത്തിൽ പറയുന്നു, വിശ്വാസത്താൽ എബ്രഹാം താൻ വാഗ്ദത്തദേശത്ത് അന്യദേശത്ത് എന്ന പോലെ എന്ന് വാഗ്ദത്ത ദേശത്ത് ചെല്ലുമ്പോൾ അബ്രഹാം പറഞ്ഞു, ഇത് എൻ്റെ വാഗ്ദത്തം ഇവിടെയല്ല, ഇത് അന്യദേശമാണ്. സ്തോത്രം. അപ്പോൾ ഭൂമിയിലുള്ള വാഗ്ദത്തത്തിനപ്പുറത്ത് സ്വർഗത്തിൻ്റെ ഒരു ദർശനം അബ്രഹാമിന് ലഭിച്ചു എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഭൂമിയിലൊക്കെ ചിലതൊക്കെ കിട്ടുമെന്ന് ഓർത്ത് ഇന്ന് ചിലർ പ്രത്യാശിച്ചു, പക്ഷെ കിട്ടിയില്ല. നിരാശപ്പെട്ടിരിക്കുകയാണോ? സ്തോത്രം. വാഗ്ദത്തം ഇവിടെയല്ല, ഇതിനപ്പുറത്തുണ്ടെന്ന് എബ്രഹാമിന് മനസ്സിലായപ്പം അബ്രഹാമിൻ്റെ ദർശനം മാറി, എബ്രഹാമിൻ്റെ നിരാശ മാറി. പിന്നെ ഒരിക്കലും എബ്രഹാം ദൈവത്തോട് കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. അവിടെ പറയാം, അന്യദേശത്ത് എന്നതുപോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഈസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തുമായി എബ്രഹാം കാത്തിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലും ഒരു കാത്തിരിപ്പുണ്ട്. എബ്രഹാം കാത്തിരുന്നത് ഇവിടെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയല്ല, അതിനപ്പുറത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള ഒരു നരകമല്ല നഗരമുണ്ടെന്ന് ദൈവത്തിന് ആത്മാവ് വെളിപ്പെടുത്തി. അപ്പോൾ എബ്രഹാമിൻ്റെ ദർശനം മാറി. ഹല്ലേലൂയ. നോക്കുക, നമ്മുടെ നിരാശകൾ മാറട്ടെ. ഇന്ന് നമുക്ക് ഇതിനൊക്കെ അപ്പുറത്ത് ചിലത് ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദിസ് ഈസ് ഓൺലി എ പാസിംഗ് ടൈം. ഇവിടെ നമ്മൾ അന്യദേശക്കാരാണ്, നമ്മളുടെ പരദേശികളാണ്. നമ്മുടെ പരദേശികളായി പാർക്കുന്ന നാട്ടിൽ അവിടുത്തെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനമാകുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിലും നമ്മുടെ ദർശനത്തിന് വ്യത്യാസം വരുമ്പോൾ നമ്മുടെ അകമയുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരും. അപ്പോൾ നമ്മുടെ ദർശനം ഭൂമി വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനപ്പുറത്തൊരു ദർശനം ഈ ദിവസങ്ങൾ പ്രാപിക്കണം. ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യണം, അതുകൂടി ഒരു ദർശനം നന്നായി തീരണം. ഭൂമിയിൽ ദർശനം ഈ ഭൂമിയിൽ മാത്രമല്ല, വരാനിരിക്കുന്ന യുഗത്തിന് എൻ്റെ യേശു, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് ഒരുക്കിയിട്ടുണ്ടെന്ന് എബ്രഹാം ഓൾറെഡി കണ്ടു. ദൈവം, ഗോഡ് വാസ് ആർക്കിടെക്ട്, ശില്പിയായി നിർമ്മിച്ച ഒരു സ്ഥലമുണ്ടെന്ന് എബ്രഹാമിന് ഉള്ളിൽ ബോധ്യം കിട്ടി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് വീട് പണിയണ്ട, എനിക്ക് കൂടാരത്തിൽ താമസിച്ചാൽ മതി. അപ്പോൾ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ദർശനം ഉള്ളിൽ പ്രാപിക്കണം. ഇന്നും മിസ്രൈം വിട്ട് പോന്നിട്ട് മിസ്രൈമിനെ വിട്ട് കളയാൻ കഴിയാത്ത ഒരുപാട് അധികം വിശ്വാസികൾ അങ്ങനെയുള്ളവരാ. പക്ഷെ വിട്ടതിനെ ഓർത്ത് തിരികെ പോകുവാനല്ല, ഈ ദിവസങ്ങൾ വിട്ടുകളയാൻ നമുക്ക് ഈ ദിവസങ്ങൾ വിട്ടുകളയാൻ തയ്യാറാകാം. അപ്പോൾ ദൈവത്തിന് ഈ ഭൂമിയെപ്പറ്റി ഒരു ദർശനമുണ്ടായിരുന്നു, ഈ ഭൂമിയിലുള്ള ലോക ജനതയെപ്പറ്റി ഒരു ദർശനമുണ്ടായിരുന്നു. അതുകൊണ്ട് കാലസമ്പൂർണതയായപ്പോൾ തൻ്റെ പുത്രനെ ദൈവം അയക്കുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ദർശനങ്ങൾ, കർത്താവ് ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരു വലിയ ദർശനമുണ്ട് കേട്ടോ. ദൈവസഭയെപ്പറ്റി ഒരു വലിയ ദർശനമുണ്ട്. അതെ, വരാൻ പോകുന്ന ദർശനം പത്മോസിൽ കിടക്കുന്ന യോഹന്നാൻ ദൈവം അറിയിച്ചു കൊടുത്തു. ആ ദൈവിക ദർശനം ഈ ദിവസങ്ങളിലും സംഭവിക്കാൻ പോവുകയാണ്. അതിലേക്ക് കൂടുതൽ കടന്നു പോകാൻ ആഗ്രഹം. അപ്പോൾ ദർശനം എവിടെയാണ്? ദർശനം കഷ്ടതകൾക്കുള്ളിൽ ദർശനം വരും. ദൈവത്തിൻ്റെ ആത്മാവ്, നമ്മൾ ആത്മവിവശനായ ഒരു അപ്പോസ്തലനോട് ദൈവത്തിൻ്റെ ആത്മാവ് വരാൻ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് വരാൻ പോകുന്ന ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി. അത് സംഭവിക്കാൻ പോയി, ചിലതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവികമായ ദർശനം ഈ ഭൂമിയിൽ ഒതുങ്ങുന്നതല്ല, നമുക്ക് താങ്ങാൻ കഴിയാത്ത ദർശനങ്ങളുണ്ട്. സ്തോത്രം. ഒരു 3-ാം സ്വർഗത്തോളം കയറിപ്പോകുന്ന ദർശനം ഒരു ആത്മാവ് എടുത്തുകൊണ്ട് ഒരു വ്യക്തിയെപ്പറ്റി പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പോകണ്ട. അപ്പോൾ ഈ ദർശനത്തിൽ കണ്ണു തുറന്നിരിക്കുമ്പോൾ ദർശനം കാണുന്നവരുണ്ട്, ഉറങ്ങുമ്പോൾ ദർശനം കാണുന്നവരുണ്ട്. സ്തോത്രം. ആ ദർശനത്തിനപ്പുറത്ത് ദൈവിക വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ പ്രാപിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാവരോടും നമുക്ക് എപ്പോഴും ദർശനം കിട്ടണമെന്നില്ല. നട്ടുച്ചയായപ്പോൾ ഒരു കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ ദൂതൻ ഇറങ്ങി വന്നു. അദ്ദേഹം വിചാരിച്ചു ദർശനം കാണും. പക്ഷേ
അവിടെ മറ്റൊരു ഭാഗത്ത് കിടക്കുന്ന പത്രോസിന് ദർശനത്തിൽ ദൈവം കാണിച്ചു, തുപ്പട്ടി ആമേൻ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന കാര്യമൊക്കെ നമുക്ക് കാണുന്നു. അപ്പോൾ പലതരത്തിൽ ദർശനങ്ങളോട് ദൈവം ഇടപെടും. ആമേൻ. പക്ഷെ അതിനപ്പുറത്ത് നമ്മുടെ ഉള്ളിൽ പ്രാപിക്കേണ്ട, വ്യക്തിപരമായി പ്രാപിക്കേണ്ട ഒരു ദർശനമുണ്ട്. ഹല്ലേലൂയ. അത് എല്ലാ കാര്യത്തിലും ഒരു ദർശനം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. തലമുറയുടെ വിഷയത്തിൻ്റെ മേൽ, നമ്മുടെ സഭയുടെ വിഷയത്തിൻ്റെ മേൽ, വ്യക്തിപരമായ ജീവിതത്തിൻ്റെ മേൽ, വ്യക്തിപരമായ ശുശ്രൂഷകളുടെ മേൽ എല്ലാം ദൈവത്തിനൊരു ദർശനമുണ്ട്. ഹല്ലേലൂയ. കുടുംബജീവിതത്തിൻ്റെ മേൽ. അപ്പോൾ ദൈവത്തിന് എന്താണ് സഭയെ പറ്റിയുള്ള ദർശനം? ഈ കേൾക്കുന്ന സകലന്മേലും ലോകമെമ്പാടുമുള്ള ദൈവസഭയുടെ മേൽ ദൈവത്തിൻ്റെ ഒരു ദർശനമുണ്ട് കോമൺ ആയിട്ട്. അത് ദൈവത്തിൻ്റെ ഹിതം ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവസഭയിലുള്ളവരുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മറ്റൊന്ന്, ദൈവസഭയിലുള്ളവർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കുടുംബത്തിനകത്ത്, സ്വർഗീയ കുടുംബത്തിനകത്ത് നമുക്ക് അംഗത്വം പ്രാപിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. വലിയ കുടുംബ മഹിമയും പേരുമൊന്നും ഇല്ലെങ്കിലും പേടിക്കണ്ട, വിഷമിക്കണ്ട. നിങ്ങളെ സ്വർഗീയ കുടുംബത്തിനകത്ത് ദൈവം നിങ്ങൾ അംഗീകരിച്ചിരിക്കുക. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരാക്കി ദൈവം നമ്മളെ മാറ്റി. അതിനപ്പുറത്ത് എന്താ നമുക്ക് പറയാൻ? വാട്ട് ഡു യു നീഡ് മോർ ദാൻ ദാറ്റ്? സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലഷറിന് വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ സൽപ്രവൃത്തികൾക്കായിട്ട് കൈപ്പണിയായി. ദൈവത്തിൻ്റെ കൈപ്പണിയാണ് നിങ്ങൾ. വീണ്ടും ജനിച്ച നിങ്ങൾ, ദൈവസഭ ദൈവത്തിൻ്റെ കൈപ്പണിയാണ്. ദൈവത്തിൻ്റെ സൽപ്രവൃത്തികൾക്കായിട്ടാണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സൽപ്രവൃത്തി ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അടിച്ചാപ്പൊട്ടാതാണ് പറയുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി. ഞാൻ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ ഒരു വലിയ കാര്യം പറയാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് അപ്പോൾ ദൈവത്തിന് ഉള്ള മറ്റൊരു ദൈവിക ദർശനം ക്രിസ്തു ഛായയിലേക്ക് ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും മാറ്റുക എന്നുള്ള. എന്ന് പറഞ്ഞാൽ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് എങ്ങനെയായി തീരണമെന്ന് ആ കുശവൻ്റെ മനോഭാവനയ്ക്കകത്ത് കിടപ്പുണ്ട്. പക്ഷേ കോമൺ ആയിട്ടൊരു കാര്യമുണ്ട്. അകമേ ക്രിസ്തുവിൻ്റെ ഛായയിലേക്ക് മാറ്റപ്പെടുക, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി മാറുവാൻ. മറ്റൊരു ദൈവികമായ ദർശനം ദൈവത്തെ സേവിക്കുന്നവരാക്കി ദൈവം നമ്മളെ മാറ്റുവാൻ, ദൈവത്തിന് കൊള്ളാകുന്നവരാക്കി മാറ്റുവാൻ. മറ്റൊരു ദർശനം ദൈവത്തിനെ നിത്യതയിൽ ദൈവത്തോട് ആയിരിക്കാൻ, അവിടെ ദൈവത്തെ ആരാധിക്കുന്നവരായി തീരുവാൻ. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ കോമൺ ആയിട്ടുള്ള ദർശനം. ഹല്ലേലൂയ. അപ്പോൾ ഇതിനപ്പുറം നമുക്ക് എന്ത് ദർശനമാണ് വേണ്ടത്? ഇത് പ്രാപിച്ചിട്ടില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ നിരാശരായി പോകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്പസമയമായിരിക്കുന്ന കഷ്ടങ്ങൾ വരാനിരിക്കുന്ന മഹത്വത്തെ തുലനം ചെയ്യുമ്പോൾ വരാനിരിക്കുന്ന മഹത്വത്തെ തുലനം ചെയ്യുമ്പോൾ ഒന്നുമല്ലെന്ന്, നിസാരമെന്ന് ഞാൻ എണ്ണുന്നു അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. കാരണം ദർശനം കിട്ടി, നമ്മൾ ചുമ്മാ പറഞ്ഞു പോവുകയാണ്. പക്ഷേ അതിനപ്പുറത്തൊരു ദർശനം നമ്മുടെ ഉള്ളിൽ വേണം. ഹല്ലേലൂയ. എന്ത് കഷ്ടങ്ങളോ എന്ത് ദുഃഖങ്ങളോ എന്ത് പ്രയാസങ്ങളോ ഉണ്ടെങ്കിലും ഒരു ദർശനം വേണം. വരാനിരിക്കുന്ന മഹത്വം എന്താണെന്നുള്ളതിനെപ്പറ്റി വ്യക്തിപരമായ ദർശനം. ഞാനിത് പറഞ്ഞിട്ട് ഒരുപാട് അറിയാമെങ്കിലും വാക്കുകൾ കൂടി പറഞ്ഞിട്ടും പലപ്പോഴും നിരാശയുടെ കടുകുഴിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ആ ദർശനം ഈ ദിവസങ്ങളും ദൈവം പുതുക്കുമ്പോൾ പല പ്രശ്നങ്ങളും പല വിഷയങ്ങളും പല ഇല്ലായ്മകളും പല ശൂന്യതകളും ഹല്ലേലൂയ ജീവിതത്തിന് പലപ്പോഴും ഞാനും ദൈവവും തമ്മിലുള്ള കൂട്ടുബന്ധത്തിൽ അതൊരിക്കലും ഒരു അകൽച്ചയായി തീരത്തില്ല. സ്തോത്രം. കാരണം we know that God has a purpose for your life. ദൈവം വെറുതെ അല്ല, ദൈവം അബദ്ധത്തിൽ സൃഷ്ടിച്ചതല്ല. There is a time. അപ്പോൾ ഈ ദിവസങ്ങളിലും നമുക്ക് ഈ ഹബക്കൂക്ക് പ്രവാചകന്റെ ഉള്ളിൽ പ്രാപിച്ച ദർശനം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അവിടെ പറയുന്നില്ല എന്താണ് അദ്ദേഹം കണ്ടെന്നോ ദൈവം എന്ത് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം സംഭവിച്ചു, അദ്ദേഹത്തിൻ്റെ ഭയങ്ങൾ മാറി. 3-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഹബക്കൂക്ക് പ്രവാചകന്റെ ഒരു ദൈവദാസൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഫിയർ became a faith. അദ്ദേഹത്തിന് ഭയം മാറി വിശ്വാസം വന്നു. ഈ ദർശനം പ്രാപിച്ചപ്പോൾ his sadness became a joy. അദ്ദേഹത്തിന് ദുഃഖം മാറി, നിരാശ മാറി, സന്തോഷമായി. അദ്ദേഹം തുള്ളിച്ചാടി, അദ്ദേഹം നൃത്തം ചെയ്തു. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു ഗോശാലകൾ കന്നുകാലികളില്ല, അല്ലേ? സ്തോത്രം. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ, മുന്തിരി പള്ളി ഫലം തരുന്നില്ല, പക്ഷേ ഞാൻ കർത്താവിൽ സന്തോഷിക്കും, ഞാൻ കർത്താവിൽ സന്തോഷിക്കും.
ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. ഇന്ന് കർത്താവിലുള്ള സന്തോഷമാണ് നമ്മുടെ ബലം. പുറമെ എന്ത് സംഭവിച്ചാലും നിരാശരായി പോകരുത്. ഹല്ലേലൂയ. ദൈവമാണോ നമ്മളെ വിളിച്ചത്? ആമേൻ. ഒരു കാര്യം മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അതാണ് ഹബക്കൂക്ക് പ്രാർത്ഥിച്ചത്. ഹബക്കൂക്ക് പ്രാർത്ഥിച്ചത് മറ്റൊന്നുമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, സ്പീക്ക് ടു മീ, അങ്ങയുടെ ദർശനം എന്താണ്? വാട്ട് ഈസ് യുവർ പേർപ്പസ്? കാലങ്ങളായി ഞാൻ കാത്തിരിക്കുന്നു, നാളുകളായി ഞാൻ കാത്തിരിക്കുന്നു, പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. ഇനിയിപ്പോൾ സംഭവിക്കും തോന്നുന്നുമില്ല. ഹല്ലേലൂയ. എന്നാണ് എബ്രഹാം ചിന്തിച്ചത്, മോശ ചിന്തിച്ചത്. പക്ഷേ പ്രാപിച്ച ദർശനം, തന്ന ദർശനം ദൈവമാണ് തന്നത്. ദൈവമാണ് ചില ആഗ്രഹങ്ങൾ ഉള്ളിൽ തന്നിരിക്കുന്നത്. അതൊരിക്കലും മാറിപ്പോകത്തില്ല. അപ്പോൾ ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങളിലും നമ്മുടെ സമയത്തിൻ്റെ ചുരുക്കത്തിൽ ഞാൻ വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് കേൾക്കുന്ന നമുക്കൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മിന്നുന്നതെല്ലാം പൊന്നല്ല. അതർ സൈഡ് ഓഫ് ദ റിവർ ഈസ് നോട്ട് ഓൾവേസ് ഗ്രീൻ. അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയാന്ന് തോന്നും, പക്ഷെ അതൊന്നും പച്ചയായിരിക്കണമെന്നില്ല. അപ്പോൾ ദർശനം കാണുന്നതെല്ലാം മിന്നുന്നതെല്ലാം പൊന്നായിരിക്കണമെന്നില്ലല്ലോ. അപ്പം നമുക്ക് കാണുന്നതൊക്കെ നന്നായിട്ടൊക്കെ നമുക്ക് തോന്നിയേക്കാം, പക്ഷേ ദൈവമാണോ ഒരു ദർശനം തരുന്നത്? ദൈവമാണോ നമുക്കൊരു ഉദ്ദേശത്തെ നമുക്ക് വിളിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ആമേൻ വെളിപ്പാട് തരുന്നത് ദൈവമാണോ? അതാണെങ്കിൽ ഭയപ്പെടേണ്ട. യോസേഫിന് കൊടുത്ത വെളിപ്പാട് ദൈവമാണ് കൊടുത്തത്. ദാവീദിനൊരു ആഗ്രഹമുണ്ടായിരുന്നു, എനിക്ക് ആലയം പണിയണം. സമാഗമ കൂടെ തിരശ്ശീലകളുടെ പിന്നിൽ കിടക്കുന്ന ആലയം കെട്ടിടത്തിനകത്താകണം. സമാഗമ കൂടാരത്തിൽ നിന്ന് അതെ പെട്ടകം മാറിയ കെട്ടിടത്തിനകത്താകണമെന്ന് ദൈവം ആഗ്രഹിച്ചില്ല, ദാവീദ് ആഗ്രഹിച്ചു എന്നാണ് എനിക്ക് വചനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഈ ദാവീദിൻ്റെ ആഗ്രഹം ദൈവത്തിന് ഇഷ്ടപ്പെട്ടെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ദൈവിക ആഗ്രഹവുമായി ചേരുന്നൊരു ആഗ്രഹമാണ് ദാവീദിനുള്ളത്. സോ ഇറ്റ് ബിക്കേം എ വിഷൻ. ദാവീദിനോട് പറഞ്ഞു, നിന്റെ വിഷൻ ഞാൻ തന്നെ പൂർത്തീകരിക്കും, പക്ഷെ നീ ചെയ്യത്തില്ല, നിന്റെ സന്തതി ചെയ്യും, ശലോമോനോട് ചെയ്യും, കാരണം നിന്റെ കരങ്ങളിൽ രക്തക്കറയുണ്ട്. സ്തോത്രം. ആവേ നീ ചെയ്ത കൊടുംപാപത്തിന് ആവേ സ്തോത്രം. ഒരുപക്ഷെ അതിൻ്റെതായ പ്രത്യാഘാതങ്ങളുണ്ടായി, പക്ഷെ അതിനപ്പുറത്ത് നിന്റെ ദർശനം ഞാൻ പൂർത്തീകരിക്കും, പക്ഷെ നിന്റെ അടുത്ത തലമുറയോടെ ഞാൻ നിന്റെ ദർശനത്തെ പൂർത്തീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി ചിലതൊക്കെ ആഗ്രഹിക്കുന്നത് തെറ്റല്ല. ഈ ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകളെ കർത്താവ് ഈ ദിവസങ്ങൾ എഴുന്നേൽപ്പിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ആമേ സ്തോത്രം. ഈ ദിവസങ്ങളിലും നമുക്ക് മറ്റൊന്നും വേണ്ട. ഒരു 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 ഹന്ന പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാണ്? ഹന്ന പറഞ്ഞു, എനിക്ക് ആൺ സന്തതിയെ തന്നാൽ ഞാൻ അവനെ ദൈവത്തിന് നൈവേദ്യമായി കൊടുക്കും. അല്ലേ? ദർശനമുണ്ടായിരുന്നു ദേശത്തെ പറ്റി. ദേശത്ത് അധികം വചനം ദുർലഭമായിരുന്നു. ദർശനം ഏറെയില്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ ഒരു സ്ത്രീ ആയിരിക്കുന്ന ഹന്ന ദൈവസന്നിധി ഹൃദയം പകരുകയാണ്. അവൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് മല്ലുപിടിക്കുകയാണ്. ദൈവമേ, എനിക്ക് തന്നേ തീരൂ, തന്നേ തീരൂ, തന്നേ തീരൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴും, അല്ല നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് രാവിലെ ആയിട്ടുമൊക്കെ കയറി ചെന്നോണ്ടിരിക്കുക. തന്നാ താ താ, ഹല്ലേലൂയ, ഇത് താ, അത് താ, കാറ് താ, വീട് താ, ആമേ സ്തോത്രം, ശുശ്രൂഷത, ഹല്ലേലൂയ, അങ്ങനെ ഇങ്ങനെ തരുന്ന കാര്യങ്ങൾ ഇങ്ങനെ ദൈവസന്നിധിയിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് ദൈവം മടുക്കുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് നമ്മുടെ ശബ്ദം ഇഷ്ടമാണ്. പക്ഷേ ഈ സ്ത്രീ ഇരുന്ന് കരയുമ്പോഴും ആരും കണ്ടില്ല. പരിശുദ്ധാത്മാവ് തിരിച്ചറിഞ്ഞു. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ സകലതും കാണുന്നു. നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള ആഗ്രഹങ്ങൾ ദൈവം അറിയുന്നു. പക്ഷെ ഒരു ആൺസന്തതിയെ കൊടുക്കുന്നതിനപ്പുറത്ത്, അവളുടെ നിന്ന മാറ്റുന്നതിനപ്പുറത്ത് അവളുടെ ഹൃദയത്തിനകത്തൊരു ആഗ്രഹമുണ്ടായിരുന്നു. ദർശനമേറെ ഇല്ലാതിരുന്നപ്പോൾ, ദൈവികമായ ആമേൻ ദേശത്ത് ദൈവത്തിൻ്റെ വചനം ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ, ഒരു ദർശകനില്ലായിരുന്ന കാലഘട്ടത്തിൽ, നീ എനിക്കൊരു സന്തതിയെ തന്നാൽ ഇവനെ ഞാനൊരു ദർശകനാക്കി മാറ്റാൻ പ്രാർത്ഥിക്കും. ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി ഇവനെ ഉപയോഗിക്കാൻ ഞാൻ വിട്ടുതരാൻ തയ്യാറാണ്. ഗോഡ് ഹേർഡ് ദാറ്റ് പ്രയർ. ദൈവത്തിന് നീതി രാജ്യം അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം അതോടുകൂടി. ഇന്ന് ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്നുണ്ടെങ്കിൽ അവിടെ പറയാം, കൊത്തളത്തിൽ കാവൽ നിന്നുകൊണ്ട് അവൻ എന്ത് അരുളി ചെയ്യുമെന്നതിൻ്റെ ആവലാതി സംബന്ധിച്ച് 2:1 സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്ത് ഉത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ഞാൻ ദൃഷ്ടിവെക്കും. ആമേൻ. ഐ വിൽ സ്റ്റാൻഡ് മൈ വാച്ച്. അദ്ദേഹം തീരുമാനമെടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദർശനം വേണോ? പ്രാർത്ഥന ഇന്ന് തുടങ്ങണം. ഹല്ലേലൂയ. വ്യക്തിപരമായ പ്രാർത്ഥനകൾ ആമേൻ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിലും പകലും എവിടെയാകട്ടെ, ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, ഐ എം ഗോയിങ് ടു സ്റ്റാൻഡ് മൈ വാച്ച്. ഞാൻ കൊത്തളത്തിൽ കാവൽ നിൽക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ.
അവൻ കാവൽക്കാരനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദേശങ്ങൾക്ക് വേണ്ടി ഇടിമൽ നിൽക്കുവാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അത് തന്നെ ഒരു ദർശനമാണ്. ഹല്ലേലൂയ. ഇന്ന് പലർക്കും അതിനുവേണ്ടി താല്പര്യമില്ല. പക്ഷേ കാവൽ നിന്നുകൊണ്ട് ഹബക്കൂക്കിൻ്റെ വ്യക്തിപരമായ വിഷയത്തിന് വേണ്ടിയല്ല ഹബക്കൂക്ക് നിൽക്കുന്നത്. ഒരു ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടിയാണ് അദ്ദേഹം നിൽക്കുന്നത്. അതിനുവേണ്ടിയുള്ള ദർശനത്തിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ഈ ജനം ആമേൻ അപജയത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി കർത്താവേ, ഞാൻ കൊത്തളത്തിൽ കാവൽ നിൽക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിസ്വാർത്ഥമായ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ കയറി ചെല്ലും. ദൈവം ഈ ആവലാതി കേട്ടു. ഹന്നായുടെ പ്രാർത്ഥന ദൈവം കേട്ടു. പെനീന ദുഃഖിപ്പിച്ചു, വേദനിപ്പിച്ചു. പക്ഷേ അതിനപ്പുറത്ത് ദർശനമുള്ളവരായിരുന്നു ഹന്ന. പെനീനയുടെ ദർശനമല്ല ഹന്നായിക്ക്. ആമേൻ. ഹല്ലേലൂയ. എന്തുത്തരം പറയാൻ കാണേണ്ടത് ഞാൻ ദൃഷ്ടി വയ്ക്കും. തീരുമാനമാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് I will watch to see what he will say to me. ദൈവം എന്നോട് എന്ത് സംസാരിക്കും? And what I will answer. ഞാൻ എന്ത് ദൈവത്തോട് സംസാരിക്കും? When I am corrected. എന്ന് പറഞ്ഞാൽ കറക്ഷന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥന ഉറ്റിരുന്നു. അതെ, ഈ ദിവസങ്ങളിലും നമുക്ക് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ തക്കവണ്ണം നമുക്ക് തയ്യാറാകാം. അവൻ്റെ ആവലാതി സംബന്ധിച്ച് എന്ത് പറയണം? അപ്പോൾ എന്ത് ആവലാതി ഉണ്ടെങ്കിലും എന്ത് നിരാശയുണ്ടെങ്കിലും നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക്, വിശുദ്ധ മന്ദിരത്തിലേക്ക്, സങ്കീർത്തനം 73:17 പറയുന്നു. ക്ലോക്കിൻ്റെ സൂചി വളരെ വേഗം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ചില ഭാഗങ്ങൾ മാത്രമേ നമ്മൾ തൊട്ടിട്ടുള്ളൂ. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 73:17 പറയുകയാണ്. കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം, ഒരുമിച്ച് നമുക്ക് വായിക്കാം. ഒടുവിൽ ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ 73 നമുക്കറിയാം. സ്തോത്രം. പലർക്കും വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് 73-ാം സങ്കീർത്തനം. അവിടെ സങ്കീർത്തനങ്ങൾ ചുറ്റും നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. പക്ഷേ ചുറ്റുമുള്ളവരുടെ അവസ്ഥയൊക്കെ ദുഷ്ടന്മാരുടെ അവർ നിത്യം സ്വസ്ഥത അനുഭവിക്കുകയാണ്. അവർ സമ്പത്ത് വർദ്ധിക്കുകയാണ്. ഞാനാണെങ്കിൽ ഈ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുകയാണ്. ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയാണ്. എൻ്റെ കൈകൾ കുറ്റമില്ലായ്മ ഞാൻ കഴുകുകയാണ്. ഹല്ലേലൂയ. പക്ഷേ ഞാൻ ചുറ്റും നോക്കും, അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നുന്നു. അവർക്ക് വേദനയില്ല. അവരുടെ ദേഹം ഇങ്ങനെ തടിച്ചു ഉരുണ്ടിരിക്കുന്നു. അവരുടെ കഷ്ടത്തിലാകുന്നില്ല. മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നില്ല. അപ്പം ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു. ബലാത്കാരം വസ്ത്രം പോലെ അവർ ചുറ്റിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു. വായ ആകാശത്തോളം ഉയരുന്നു. ഇങ്ങനെ പല പല കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്. അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാം. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കും. എന്തുകൊണ്ട് എനിക്ക് ഈ അവസ്ഥ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം. അവിടെ പറയുന്നു, അദ്ദേഹത്തിൻ്റെ അവസ്ഥ മാറി. പുറമേയുള്ള ആരെയും നമുക്ക് നന്നാക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നന്നാകാം. സ്തോത്രം. നമ്മളാരും പെർഫെക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഹബക്കൂക്ക് പറയുന്നത്, when I am corrected, ദൈവസന്നിധിയിൽ ഞാൻ എൻ്റെ ഹൃദയത്തെ സമർപ്പിക്കുകയാണ്. ദൈവത്തിന് തെറ്റുപറ്റിയിട്ടില്ല. God will never go wrong. അവിടെ പറയുന്നു നിശ്ചയമായി. അപ്പം ദൈവം ഒരു വെളിപ്പാട് കൊടുത്തു. ഇവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവരുടെ അന്തം ഭൂമിക്കകത്ത് ഒതുങ്ങുന്നതാണ്. പക്ഷെ എൻ്റെ അന്തം ഭൂമിക്കകത്ത് ഒതുങ്ങുന്നതല്ല. എൻ്റെ അന്തം സ്വർഗത്തോളം ചെല്ലുന്ന, നിത്യതയോളം ചെല്ലുന്ന ദൈവിക സ്വർഗീയ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി തീരുവാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. തിരിച്ചറിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവിടെ പറയുകയാണ്, അതെ ഞാൻ നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ദൈവത്തോട് അടുത്തിരിക്കുന്ന നല്ലത്. അപ്പോൾ ഒരു പ്രത്യാശ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വന്നു. അദ്ദേഹത്തിൻ്റെ നിരാശ മാറുകയാണ്. അത് പറയാം, ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന നല്ലത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ഒരു നടന്ന സംഭവമാണ്. അതിലേക്ക് ഞാൻ വീണ്ടും അതൊരു റെപ്പറ്റീഷനാകാൻ എനിക്ക് താല്പര്യമില്ല. എങ്കിലും റൂസ്വെൽറ്റ് ആഫ്രിക്കയിൽ നായാട്ടിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം കപ്പലിൽ യാത്ര ചെയ്യുന്ന ഒരു സുവിശേഷകനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം തിരിച്ച് അമേരിക്കയിൽ ഇദ്ദേഹത്തോടൊപ്പം വരുമ്പോൾ ഇദ്ദേഹത്തിന് ഖജനാവെടിയും മാലയും ഒക്കെ സ്വീകരിച്ച് വലിയ സല്യൂട്ടുമൊക്കെ ആയിട്ട് വലിയൊരു സൈന്യം തന്നെ ഇദ്ദേഹത്തെ വരവേൽക്കുമ്പോൾ, മാനിനെ അല്ലെങ്കിൽ വേട്ടയാടാൻ പോയെന്ന ആൾക്ക് എത്ര വലിയ സ്വീകരണം കിട്ടുമ്പോൾ, ഏകദേശം വർഷങ്ങളോളം ആഫ്രിക്കയിൽ ജോലി തിരിച്ചു വരുമ്പോൾ കയ്യിൽ
പോക്കറ്റിൽ ഒന്നുമില്ലാതെ താമസിക്കുന്ന ഒരു സ്ഥലമില്ലാതെ വരുന്ന ഒരു ശുശ്രൂഷകനായിരിക്കുന്ന സുവിശേഷകൻ മടങ്ങി വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിന് ഇത്ര വലിയ സ്വീകരണം കൊടുക്കുന്നു, എന്നെ സ്വീകരിക്കാൻ ഇവിടെ ആരുമില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ പറഞ്ഞു, സ്തോത്രം ദൈവദാസ, നിങ്ങൾ ആ റൂമിനകത്ത് പോയെന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കുക. ഇദ്ദേഹം പോയി ദൈവസന്നിധിയിൽ നിന്ന് മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ഒരു ശബ്ദം കേട്ടു, അതെ, യു ഹാവ് നോട്ട് റീച്ച്, നീ ഇതുവരെ നിന്റെ സ്ഥലത്ത് എത്തിയിട്ടില്ല, അവിടെ നിനക്ക് വരാൻ പോകുന്നൊരു സ്വീകരണമുണ്ട്, അവിടെ നിന്റെ ദൂതന്മാർ ഇറങ്ങി നിന്നെ സ്വീകരിക്കും, അവിടെ നിനക്കൊരു പ്രതിഫലമുണ്ട് എന്നൊരു ശബ്ദം അദ്ദേഹം ഹൃദയത്തിനകത്താണ് പുറത്ത്. അത് കിട്ടിയപ്പോൾ അദ്ദേഹം റൂമിനകത്ത് പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിലൊരു പ്രകാശമുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലും നമ്മുടെ ദർശനം എവിടെയായിരിക്കണമെന്ന് നമ്മൾ തന്നെ ആദ്യം തീരുമാനിക്കാം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളും ഹബക്കൂക്ക് പ്രവാചകൻ 3-ാം അധ്യായത്തിൽ പറയുകയാണ്, ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്, സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി നിങ്ങൾ കാത്തിരിക്കണം, അത് വരും, അത് വരും, അത് വരും, അത് വരും. വിശ്വാസം എത്ര പേർ പറയണം? കർത്താവിൻ്റെ ദർശനം വരും, അത് നിശ്ചയമാണ്. കാരണം ദർശനം ബന്ധപ്പെടുകയാണ്, ദർശനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ബന്ധപ്പെടുകയാണ്. ഹല്ലേലൂയ. കാരണം ദൈവമല്ല ദർശനം തന്നത്, ദൈവമാണ് ജീവിതത്തിൻ്റെ മേൽ ദൈവിക പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. അതെന്താണെന്ന് ഓരോ മണ്ഡലത്തിലും ദൈവത്തിൻ്റെതായ പദ്ധതികളുണ്ട്, ശുശ്രൂഷ മണ്ഡലങ്ങളുണ്ട്. പക്ഷേ മറ്റാരും ചെയ്യുന്ന ശുശ്രൂഷയല്ല നമുക്ക് ദൈവം കണ്ടിരിക്കുന്നത്. നമുക്ക് മറ്റുള്ള ആൾ, അടുത്ത വീട്ടിലുള്ള ആൾ ബെൻസ് മേടിച്ചത് നമുക്ക് ബെൻസ് മേടിക്കാൻ നിർബന്ധമൊന്നുമില്ല. അവർ ഉന്നതി പ്രാപിച്ചെന്ന് അവരുടെ തലത്തിൽ ഉന്നതിയല്ല. ദൈവത്തിന് പ്രത്യേകമായ ഉദ്ദേശങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തെ പറ്റിയുണ്ട്. ആസ്ക് ലോർഡ് വാട്ട് യു വാണ്ട് ഇൻ മൈ ലൈഫ്. ഞാൻ 50 വർഷം ജീവിച്ചാലും 100 വർഷം ജീവിച്ചാലും യേശുക്രിസ്തു 33.5 വർഷം മാത്രമേ ജീവിച്ചുള്ളൂ. യേശുക്രിസ്തു 30 വർഷത്തോളം അല്ലെങ്കിൽ 28 വർഷത്തോളം ശുശ്രൂഷിച്ചൊന്നുമില്ല. വെറും 3.5 വർഷം. നമ്മളെപ്പോഴും ഇടയ്ക്ക് പറയാറുള്ളത് പോലെ 3.5 വർഷമാണ് യേശു ശുശ്രൂഷിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ അതിനകത്ത് ഒരു സമയമുണ്ട്. അതിൻ്റെ കാരണങ്ങളുണ്ട്. 30 വയസ്സ് എന്തുകൊണ്ട് യേശു ശുശ്രൂഷ 30-ൽ ആരംഭിച്ചു എന്നതിനെ പറ്റി കാരണങ്ങളുണ്ട്. യേശു ക്രിസ്തുവിന് വ്യക്തമായ ദർശനമുണ്ടായിരുന്നു. ഞാൻ യൂറോപ്പിലും അമേരിക്കയിലും ആഫ്രിക്കയിലും പോയിട്ട് ശുശ്രൂഷിക്കാനല്ല ദൈവം എന്നെ വിളിച്ചത്. എന്നെ ദൈവം വിളിച്ച് ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം അറിയിപ്പാനാണ്. സ്തോത്രം. ദാറ്റ് ഈസ് ഓൾ വാട്ട് ഗോഡ് ഹാസ് സീൻ ഇൻ മൈ ലൈഫ്. ദാറ്റ്സ് ഓൾ ഹി വാണ്ടഡ്. അത് മാത്രം മതി. വാട്ട് ഹാസ് ദൈവം എന്താണ് എന്നിലൂടെ കണ്ടിരിക്കുന്നത്. പക്ഷെ അത് ലോകത്തെ ആകമാനം മാറ്റി, ലോക ചരിത്രത്തെ മാറ്റി. ഹല്ലേലൂയ. കാലഗതിയെ മാറ്റി. സ്തോത്രം. ദൈവിക ന്യായവിധികളെ മാറ്റി. സ്തോത്രം. അപ്പോൾ വെറും 3.5 വർഷം കൊണ്ട് സമയപരിധിക്കുള്ളിൽ ഒരു സമയമുണ്ട്. ആൻഡ് ദാറ്റ് വാസ് 30 years. മോശയോട് ചോദിച്ചാൽ മോശ പറയും, അദൃശ്യ ദൈവത്തെ കണ്ട പോലെ ഞാൻ ഉറച്ചു നിൽക്കുകയായിരുന്നു 40 വർഷത്തോളം. തൻ്റെ അമ്മയായ ജോക്കബത്ത് അല്ലേ, എന്നാണ് ഞാൻ വിശ്വസിക്കുക. അതെ, അദ്ദേഹത്തിന് അമ്മ ചെവിക്കകത്ത് പറഞ്ഞു കൊടുത്ത ഒരു ദർശനം ഉണ്ടായിരുന്നു. മോശെ, ദൈവത്തിന് ആത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അരുളപ്പാടുണ്ട്, ദിവ്യ സുന്ദരനായ ശിശു ജനിക്കുമ്പോൾ ഇവൻ ഇസ്രായേലിനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം കണ്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് സ്തോത്രം ദൈവത്തിന് ആത്മാവ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നിന്റെ മേൽ നിവൃത്തീകരിക്കപ്പെടുമെന്ന് അമ്മ പറഞ്ഞതാ, ദൈവമാ പറഞ്ഞത് അമ്മയിലൂടെ. പക്ഷേ അത് തിരിച്ചറിഞ്ഞു ദൈവമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ 40 വയസ്സ് കഴിഞ്ഞ് 40 വർഷം വീണ്ടും മരുഭൂമിയിൽ അലഞ്ഞു നടക്കുമ്പോൾ, മരുഭൂപ്രദേശങ്ങളിൽ ഒരു വടിയുമായി ആടിനെ, തൻ്റെ ജത്രോ എന്ന അമ്മായിയപ്പനെ ആടിനെ മേയിച്ചുകൊണ്ട് കേവലം ഒന്നുമല്ലാത്ത സീറോ ആയി ഹീറോ ആയിരുന്നവൻ സീറോ ആയി മാറുമ്പോൾ, ഹല്ലേലൂയ, അവിടെ ഒരു ദർശനം കണ്ടു, അദൃശ്യ ദൈവത്തെ കണ്ടു. ഹല്ലേലൂയ. കണ്ടതെന്ന പോലെ ഉറച്ചു നിന്നു. കാരണം ദർശനം ഉണ്ടായിരുന്നകത്ത്. അറിയാമായിരുന്നു ദൈവം ആ ദർശനം കൊടുത്തെന്ന്. ആരെയും നോക്കണ്ട കേട്ടോ, ദൈവത്തെ നോക്കി ഓടാൻ തയ്യാറാകുക, യേശുക്രിസ്തുവിനെ നോക്കി ഓടാൻ തയ്യാറാകുക. പറയുന്ന ഞാനും പലപ്പോഴും തളർന്നു പോകണം. മനുഷ്യമുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ തളർന്നു പോകും. പക്ഷേ ദൈവമാണോ വിളിച്ചത്? ദൈവമാണോ പദ്ധതി കണ്ടിരിക്കുന്നത്? ഇറ്റ് ഈസ് ഗോഡ്സ് റെസ്പോൺസിബിലിറ്റി.
ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളുടെ മേൽ നിവൃത്തീകരിക്കപ്പെടും. ഇന്ന് എത്ര പേർ ഏൽപ്പിച്ചിട്ടെന്ന് പറയും, കർത്താവേ എനിക്ക് വേറെ ഒന്നും വേണ്ട, ഐ വാണ്ട് യുവർ ഡിവൈൻ മാസ്റ്റർ പ്ലാൻ അപ്പോൺ മൈ ലൈഫ്. അതിന് കാലങ്ങൾ സ്തോത്രം, വെറും ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് മരുഭൂമി അതേ ഉദ്യാനമാക്കും. ഉദ്യാനത്തെ വനമാക്കി മാറ്റാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ചിലരുടെ മേൽ പകരപ്പെട്ടാൽ, ഹല്ലേലൂയ സ്തോത്രം, മുറിക്കുള്ളിൽ ഒതുങ്ങി ഒളിച്ചിരുന്ന ഭയപ്പെട്ടിരുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം അത്ഭുതകരമായി പുറത്തു കൊണ്ടുവന്നെങ്കിൽ, പരിശുദ്ധാത്മാ ശക്തിയോടെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ദർശനത്തിന് അവധിയുണ്ട്. ഹല്ലേലൂയ. പെന്തക്കോസ്ത് വന്നപ്പോൾ എന്ന് വരുമെന്ന് പറഞ്ഞില്ല, പക്ഷെ പെന്തക്കോസ്ത് വന്നു. അതാണ് സമയം. ഹല്ലേലൂയ. സമയം എപ്പോഴാണ് നമുക്കറിയത്തില്ല, പക്ഷെ കാത്തിരിക്കാൻ തയ്യാറാണ്. കാരണം ദർശനം വരാൻ പോവാ. ദർശനം വരുമ്പോൾ നിങ്ങൾ അവിടെ ഇല്ലെങ്കിൽ ദർശനം വന്നിട്ട് പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ യോസേഫെ കാത്തിരിക്കാൻ തയ്യാറാകുക. യോസേഫിന് അറിയത്തില്ല എന്താ സംഭവിക്കുന്നതെന്ന്, എന്ത് സംഭവിക്കും, എന്തായി തീരുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ യോസേഫ് വിശ്വസ്തനായി, താഴ്മയുള്ളവനായി, ഹല്ലേലൂയ, മറ്റുള്ളവർ അനുഗ്രഹം പ്രാപിക്കുമ്പോഴും, മറ്റുള്ളവർ ഉയർച്ച പ്രാപിക്കുമ്പോഴും, മറ്റുള്ളവരും എന്നെക്കാൾ ഉന്നതമായ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴും എൻ്റെ മേലുള്ള ദർശനം എവിടെയെന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് വിശ്വാസ ദൈവസന്നിധിയിൽ താണിരിക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ എന്ന് പറയുന്നു, എൻ്റെ നീതിമാൻ, അതിന് താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. അതെ, മോശ മിസ്രയീം വിട്ടുപോതു. അതെ, യേശു ക്രിസ്തു വെറും 3.5 വർഷം എന്ന് പറഞ്ഞാൽ ഒരു സമയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. എന്ന് പറഞ്ഞാൽ ഒരു സീസണുണ്ട്. 40 വർഷം ഒരു സീസണായിരുന്നു, ആദ്യത്തെ 40 വർഷം. എന്നാൽ കഴിഞ്ഞുള്ള അടുത്ത 40 വർഷത്തെ സീസൺ വ്യത്യാസമുണ്ടായിരുന്നു. പിന്നീട് 40 വർഷം, 120 വർഷം, ദ തേർഡ് സീസൺ ചേഞ്ച് എവരിതിങ്. ഒരു സീസണിന്റെ ചേഞ്ച് ജീവിതങ്ങളുടെ മേൽ ദൈവം വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാത്തിരിക്കാൻ തയ്യാറാണോ? ആരുമില്ലേ കൂടെ? ദൈവം നിന്റെ കൂടെ, നമ്മുടെ കൂടെ ഉണ്ടെന്ന്. ഹല്ലേലൂയ. ഹോരേബിൽ മോശയ്ക്ക് ദൈവം വെളിപ്പെടുകയാണ്. അധികാരത്തോടെ മോശയെ ദൈവം അയച്ചു. സ്തോത്രം. എബ്രഹാമിലൂടെ കണ്ട ദർശനം മോശയിലൂടെ ദൈവം ചെയ്തെടുത്തു. 430 വർഷത്തിനപ്പുറത്ത് നിന്റെ സന്തതി പരമ്പര ഈജിപ്തിൽ നിന്ന് പുറത്തു വരുമെന്ന് പറഞ്ഞ ദൈവിക വാഗ്ദത്തം ഒരു വടിയുമായി പോകുന്ന മോശയ്ക്ക് മുമ്പിൽ കീഴടങ്ങത്തില്ലെന്ന് എല്ലാവരും പറയുമ്പോഴും ദർശനമുള്ളവൻ പറയും, ഈ വടിക്ക് മുമ്പിൽ ചെങ്കടൽ മാറും. ഈ വിശ്വാസത്തിന് മുമ്പിൽ മടങ്ങാത്ത ഒരു മുട്ടുമില്ല. ഹല്ലേലൂയ. യേശു എന്ന നാമത്തെ ഉയർത്താൻ തയ്യാറാണോ? ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലും ഈ ദിവസങ്ങൾ അത്ഭുതകരമായി നമ്മളെ നടത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഏലിയാവേ, അങ്ങയോട് ചോദിച്ചാൽ ഏലിയാവ് പറയും, എന്നെ ആർക്കും അറിയില്ലായിരുന്നു, പക്ഷെ പെട്ടെന്നാണ് ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. ഒരു സീസൺ ചേഞ്ച് ചെയ്തു. ഹല്ലേലൂയ. പെട്ടെന്ന് ദൈവത്തിന് ആത്മാവ് ഇടപെടുകയാണ്. ഒരു ആഹാബിനെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, എങ്ങനെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഏലിയാവിന് അറിയത്തില്ലായിരിക്കാം, ഞാൻ പറഞ്ഞിട്ടല്ലാതെ എന്ന് പറയുവാൻ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു സമയം നിങ്ങൾക്ക് വെളിപ്പെടും. ഒരു സമയത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി കുടുംബത്തിനകത്ത് വെളിപ്പെടും. വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ തലമുറയുടെ മേൽ വെളിപ്പെടും, എൻ്റെ ജോലിയുടെ മേൽ വെളിപ്പെടും, എൻ്റെ ശുശ്രൂഷയുടെ മേൽ വെളിപ്പെടും, എൻ്റെ ശരീരത്തിൻ്റെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുടുംബ ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടും. പക്ഷേ ഈ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ. അതുമാത്രമല്ല, ഈ സമയം ഒരു പ്രത്യേക സമയമാണ്. 3.5 വർഷത്തോളം കർത്താവ് കണ്ടിരിക്കുന്ന സമയം വളരെ കറക്റ്റായിരുന്നു. 3.5 വർഷത്തോളം ഫിനിഷ് ചെയ്ത് കർത്താവ് പോയി. മോശ 40 വർഷം കഴിഞ്ഞപ്പോൾ പോയി. അടുത്ത തലമുറയ്ക്ക് ബാറ്റൻ കൈമാറി. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ദൈവം നിങ്ങളോട് ഒരു സമയം കണ്ടിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം അത് ഫിനിഷ് ചെയ്യും. പിന്നെ നിങ്ങളവിടെ നിൽക്കേണ്ട ആവശ്യം, നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ തീർത്തിട്ട് പോകുക. ദാറ്റ്സ് ഓൾ. അതെ, കർത്താവ് അത് ചെയ്തിട്ട് ഭൂമിയിൽ നിന്ന് പോയി. പിന്നെ ബാറ്റൻ ആർക്കാ കൊടുത്തത്? അപ്പോസ്തലന്മാരുടെ കരങ്ങളിൽ കൊടുത്തു. അപ്പോസ്തലന്മാർ അടുത്ത തലമുറയ്ക്ക് കൊടുത്തു. അടുത്ത തലമുറ കൈമാറി ഇന്ന് നമ്മുടെ കരങ്ങളിൽ അത് കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതെ, ഈ ദിവസങ്ങളിലും നമ്മുടെ ദർശനം മങ്ങിപ്പോകരുത്. പാരീസിലെ അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ, നല്ല ഓട്ടത്തിൽ നല്ല ഒന്നാമനായ പോലീസുകാരനെ പറ്റി നമ്മൾ കേട്ട സമയത്തിൻ്റെ പരിമിതികൾ നമുക്ക് അടുത്ത് വരുന്നു. അപ്പോൾ അദ്ദേഹം നല്ല ഓട്ടക്കാരൻ. അദ്ദേഹത്തെ ജീവിതകാലത്ത് ആരും തോൽപ്പിച്ചിട്ടില്ല. എല്ലാ ഓട്ടപ്പന്തയത്തിലും അദ്ദേഹത്തെ ഫസ്റ്റ് കിട്ടുന്ന ആളാണ്. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം കണ്ടപ്പോൾ ഒരു കള്ളൻ, പിടികിട്ടാപ്പുള്ളിയെ കണ്ടു. ഇദ്ദേഹം ചാടി ഇദ്ദേഹത്തിൻ്റെ പുറകെ ഓടി. കള്ളൻ ഓടാൻ തുടങ്ങി. പോലീസുകാരൻ പുറകെ ഓടി. പോലീസുകാരൻ ഇദ്ദേഹത്തെ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പോലീസുകാരൻ വിചാരിച്ചു, എന്നെക്കാളും വലിയ ഓട്ടക്കാരൻ ഈ ഭൂമിയിലില്ല, ഇതുവരെ എന്നെ ആരും തോൽപ്പിച്ചില്ല, ഇദ്ദേഹം തോൽപ്പിക്കുമോ? അപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങ് വാശി കൂടി. അദ്ദേഹം ഇത് ഓടി കള്ളൻ്റെ മുമ്പിൽ കയറി അങ്ങ് ഓടി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദർശനം മറന്നുപോയി. മനസ്സിലാകുന്നുള്ള ഞാൻ
നമ്മളെ എന്തിനാ കർത്താവ് വിളിച്ചത്? ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയല്ല, ആരെയും തോൽപ്പിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, ദൈവിക ഉദ്ദേശങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയാണ്. ഓടേണ്ട വണ്ണം ഓടുവാൻ നമുക്ക് തയ്യാറാകാം. ഞാൻ മുഷ്ടി ചുരുട്ടി ആകാശത്തിൽ ഇടിക്കുകയല്ല. സ്തോത്രം. ഐ ഹാവ് എ പേർപ്പസ്. ഞാൻ സംസാരിക്കുന്നൊരു പർപ്പസോടെയാണ്. എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നൊരു പർപ്പസോടെയാണ്. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നൊരു പർപ്പസോടെയാണ്. ഒരു റെവലേഷൻ നോളജ് കർത്താവ് നമുക്ക് നൽകി. വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ കെട്ട് നടക്കും. ഈ ദിവസങ്ങളിലും ആ വെളിപ്പാട് നമുക്ക് ഉള്ളിൽ കർത്താവ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ വാക്കുകൾക്ക് ഞാൻ ചുരുക്കുന്നു. വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. പല സഭകളിലും നടക്കുന്നതാ. ആമേ, ശരിയായ വെളിപ്പാട് ഉള്ളിൽ പ്രാപിക്കാതെ ഈ ദിവസങ്ങളും പല സഭകളും അല്ലെങ്കിൽ ദൈവ രാജ്യത്തിനകത്ത് പലരും പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ട് പിന്മാറ്റത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം യഥാർത്ഥത്തിലുള്ള വെളിപ്പാട് ഉള്ളിൽ പ്രാപിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മീയ കണ്ണുകളെ ദൈവത്തിന് ആത്മാവ് പ്രകാശിപ്പിക്കട്ടെ. ദൈവപ്രമേയ ക്രിസ്തുവിനെ പറ്റിയുള്ള തേജസ്, സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിപ്പാതിരിപ്പാൻ അനേകരുടെ കണ്ണുകൾ കുരുടായിരിക്കുമ്പോൾ ഈ സുവിശേഷത്തിൻ്റെ പ്രകാശനം നമുക്ക് ദൈവം തന്നു. നമ്മുടെ കുരുട്ട് കണ്ണുകളെ ദൈവം തന്നു. ഒരു പുതിയ പ്രകാശം നമ്മുടെ ഉള്ളിൽ തന്നു. ഒരു പുതിയ ദൈവിക ദർശനം, നിത്യതയെപ്പറ്റി കർത്താവ് നമുക്ക് തന്നു. വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരേണ്ടതിന്, അതേ തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിനും ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിനെ ആത്മാവിനെ തരേണ്ടതിനും ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചത് വിളിയുടെ ആശയം എന്തെന്നും വിശുദ്ധന്മാരുടെ മഹിമാധനം എന്തെന്നും ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്നും തിരിച്ചറിയുവാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ പൗലോസ് അപ്പോസ്തലനെ പറ്റി എഫീഷ്യർ 1:7 നമ്മൾ കാണുന്നുണ്ട്. ഈ ദിവസങ്ങൾ നമുക്ക് വിശ്വാസം മുന്നോട്ട് പോകാം. അവിടെ പറയുകയാണ്, ആണ്ടുകൾ കഴിയും മുമ്പേ ദൈവമേ, അതിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, ആണ്ടുകൾ കഴിയും മുമ്പേ ദൈവമേ അവിടുത്തെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ. ഈ ദിവസങ്ങളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ വർഷത്തിൻ്റെ അവസാനം തീരുന്നതിന് മുമ്പ് ദൈവം ഏതെങ്കിലും പ്രവൃത്തി കണ്ടിട്ടുണ്ടെങ്കിൽ അത് വെളിപ്പെടുവാൻ തക്ക ഇടയാകട്ടെ. നമുക്ക് ദർശനമുള്ളവരുടെ കൂടെ നമുക്ക് ഈ ദിവസങ്ങളിൽ ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗെദർ, ഒരേ ദർശനത്തിലുള്ളവർക്ക് മാത്രമേ ഒരുമിച്ച് പോകാൻ കഴിയൂ. നമുക്കെല്ലാവരും താല്പര്യമുള്ളവരുണ്ടായിരിക്കും, സ്നേഹിക്കുന്നുണ്ടാകും. പക്ഷേ ദൈവിക ദർശനം ഇല്ലാത്തവരുമായിട്ട് ഒരിക്കലും, അല്ലെങ്കിൽ നമുക്ക് ഭൂമിയിലായിരിക്കാം, എവിടെയുമായിരിക്കാം, പക്ഷേ ഈ ദിവസങ്ങളിലും അങ്ങനെയുള്ള ഒരു കൂട്ടം ജനത്തെ ദൈവം ഒരുമിച്ച് ചേർക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മളെ കർത്താവ് ആ ദർശനമാണ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ കണ്ടൊരു ദർശനമുണ്ട്. ആ കർത്താവ് നമ്മളെയാണ് ക്രൂശിൽ കണ്ടത്. അതെ, അതിനവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ പറയുക, അത്തിവൃക്ഷം തളിക്കുകയില്ല, മൂന്നിരവിളി അനുഭവം ഉണ്ടാകുകയില്ല, ഒരു മരത്തിൽ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ അതെ വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ രക്ഷയുടെ ദൈവത്തെ ഞാൻ ഘോഷിച്ചു. കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല, പക്ഷെ ഉള്ളിൽ ദർശനം പ്രാപിച്ചു. അതിനുശേഷം 3:3 പറയുകയാണ്, ദൈവം തേന്മാലിൽ നിന്നും പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്ന് വരുന്നു. യേശു ക്രിസ്തുവിനെ പറ്റി ദർശനം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രാപിച്ചു. കർത്താവ് വരാൻ സമയമായി. നമുക്ക് അതിനുശേഷം 19 അദ്ദേഹം പറയുകയാണ്, യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിൽ എന്നെ നടക്കുമാറാക്കുന്നു. ദൈവം ഉയർത്തും. ദൈവ ദിവസങ്ങളിലും ആമേ സ്തോത്രം. കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. നമ്മളെ കഴുകനെ പോലെ ചിറകടിച്ച് പറയാൻ തക്കമാണ് ദൈവം ഇടയാക്കും. ആമേൻ. ആ ഒരു ദൈവിക ദർശനത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളെ കർത്താവ് കണ്ടിരിക്കുന്നത്, കർത്താവിൻ്റെ കണ്ടത് ഒരു വലിയ കൊയ്ത്തായിരുന്നു. ആ സമറിയ ഗ്രാമത്തിന് യേശു പോകുമ്പോൾ യേശു ആമേൻ ഗൊൽഗോഥയിൽ കണ്ടത് നമ്മളെ ഓരോരുത്തരെയുമാണ്. ആമേൻ. കർത്താവ് നമ്മളെ ഒരിക്കലും ക്രൂശിൽ പരാജയമല്ല നമ്മൾ പലരും കാണുന്ന പോലെ, പക്ഷേ കർത്താവ് ജയോത്സവം കൊണ്ടാടുകയാണ്. കാരണം ആ ദൈവിക ദർശനം കർത്താവിനുണ്ടായിരുന്നു. ക്രൂശിനപ്പുറത്തെ സന്തോഷത്തെ കർത്താവ് യേശു ക്രിസ്തു കണ്ടു. നമ്മളെല്ലാവരെയും ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും രക്ഷയാണ് കർത്താവ് ക്രൂശിൽ കണ്ടത്. ആ കർത്താവിൻ്റെ ദർശനത്തിലേക്ക് കർത്താവ് യേശു ക്രിസ്തു ആ അഗ്നിജ്വാലയ്ക്കകത്ത് ഉള്ള കണ്ണുള്ളവൻ നമ്മുടെ ഉൾക്കണ്ണുകൾ ഈ ദിവസങ്ങൾ പ്രകാശിപ്പിക്കട്ടെ. ആമേൻ. നമ്മുടെ ദൈവിക ദർശനങ്ങളെ പുതുക്കട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന ഓരോ ആമേൻ ദൈവിക പദ്ധതികൾ ജീവിതങ്ങളുടെ മേൽ കർത്താവിൻ്റെ ആത്മാവ് ഉള്ളങ്ങളിൽ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. ഇവ ഞങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ.